അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ അത് കേരളത്തിന് വളരെ വളരെ അനുകൂലമായ ഒരു പെർസ്പെക്റ്റീവ് ആണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ഗ്രോത്തിൽ കേരളം ഒരു ട്രാൻസാക്ഷണൽ ഡിജിറ്റൽ സ്റ്റേറ്റിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷണൽ ഡിജിറ്റൽ സ്റ്റേറ്റാണ്. ട്രാൻസാക്ഷനുകളെല്ലാം ഡിജിറ്റൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ട്രാൻസാക്ഷനിൽ നമ്മൾ ഡിജിറ്റൽ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ മൊബൈൽ ഫോൺ പെനിട്രേഷൻ വളരെ ഹൈ ആണ്. ആ ട്രാൻസാക്ഷണൽ ഡിജിറ്റൽ സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇൻ്റലിജൻറ്റ് നോളജ് സ്റ്റേറ്റിലേക്ക് മാറുക എന്നൊരു ലെവലിലേക്ക് പോകുമ്പോൾ ഈ വരുന്ന മാറ്റങ്ങൾ ആ രീതിയിൽ നമ്മൾ അർത്ഥവത്താക്കേണ്ടത് ആവശ്യമുണ്ട്. എന്താണ് ഈ മാറ്റം എന്ന് പറയുന്നത്? ഒരു ഇൻഡസ്ട്രിയൽ വേൾഡ് എന്ന് പറയുന്നത് എപ്പോഴും സെൻട്രലൈസേഷൻ്റെ ഭാഗമായിരുന്നു. ഒരു വ്യാവസായിക ലോകം എന്ന് പറയുന്നത് എപ്പോഴും എവറിത്തിങ് ഗോട്ട് സെൻട്രലൈസ്ഡ്. ഇപ്പോൾ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പുകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. എപ്പോഴും ലാർജ് വോളിയം, ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് വരെ പിന്തുടർന്നുകൊണ്ടിരുന്ന, കേരളമല്ല ലോകം പിന്തുടർന്നുകൊണ്ടിരുന്ന നയം. ലോകത്ത് പല ഭാഗങ്ങളിലും എങ്ങനെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് വലിയ വലിയ നഗരങ്ങൾ കെട്ടിപ്പടുക്കുക, അതുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുക, ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഒരുപക്ഷെ കഴിഞ്ഞ 100 കൊല്ലമായിട്ട് പിന്തുടർന്ന് വന്നിരുന്ന നയം. അതിൻ്റേതായ ചില മെറിറ്റുകളുണ്ട്, കാര്യം പലതും അഫോർഡബിളായി. പക്ഷേ അതിൻ്റെ ഒരുപാട് ഡീമെറിറ്റുകളുണ്ട്. അതിലുള്ള തൊഴിലാളികളുടെ ചൂഷണം മുതൽ മോണോപ്പൊളി മുതൽ എന്താണ് ഇമ്പീരിയലിസ്റ്റിക് പവർ വരുന്നത് വരെയുള്ള പല നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ലോകമായിരുന്നു നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ നിന്ന് ഡിജിറ്റൽ വേൾഡിലേക്ക് മാറുമ്പോൾ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് വേൾഡിലേക്കും ഒരു പേഴ്സണലൈസ്ഡ് വേൾഡിലേക്കും പോകുന്നു എന്നതാണ് ഇതിൻ്റെ കാതലായ മാറ്റം എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് മൂവിങ് ഫ്രം എ ഹൈലി സ്റ്റാൻഡേർഡൈസ്ഡ്, ഹൈലി ഒപ്റ്റിമൈസ്ഡ്, ഹൈലി സെൻട്രലൈസ്ഡ് വേൾഡ് ടു എ ഡീസെൻട്രലൈസ്ഡ് സെൽഫ് എഫിഷ്യൻസി. ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തെയും ഓരോ വ്യക്തിയുടെയും കഴിവിനെയും പ്രോജ്വലിപ്പിക്കാൻ കഴിയുന്ന ഒരു ലോകത്തേക്ക് ഡിജിറ്റൽ വേൾഡ് കൊണ്ടുവരുന്നു എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്ന സോഷ്യൽ ബെനിഫിറ്റുകൾക്ക്, സോഷ്യൽ സെക്ടറിൽ ഇട്ട നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് പെട്ടെന്ന് തന്നെ ഒരു വലിയ റിട്ടേൺ കിട്ടാനുള്ള ഒരു അവസരം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഒരു അവസരം ഉണ്ട്. ആ ഒരു അവസരത്തിന് നമ്മൾ എത്രമാത്രം ഉപയുക്തമാക്കും എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കറിയാവുന്ന പോലെ നോളജ് എക്കോണമി മിഷൻ്റെ സ്ട്രാറ്റജി പേപ്പർ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. നോളജ് എക്കോണമി മിഷനിൽ നമ്മൾ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. അതായത് ഒരു നോളജ് എക്കോണമിയിലേക്ക് പോകുമ്പോൾ നോളജ് ഉള്ള സൊസൈറ്റിക്ക് മാത്രമേ അതിൽ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ നോളജ് എക്കോണമിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നല്ലതായിരിക്കണം, അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ നല്ലതായിരിക്കണം. ഇവയെല്ലാം കേരളം ഒരുപാട് കാലത്തെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ അടുത്ത ലെവലിലേക്കുള്ള ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയും, അതിന് എങ്ങനെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയും, എങ്ങനെ നമുക്കൊരു ക്രിയേറ്റീവ് എക്കോണമിയിലേക്ക് ചുവട് വയ്ക്കാൻ കഴിയും, ഇതാണ് ഒരുപക്ഷെ ഇന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നോളജ് എക്കോണമി മിഷൻ വന്നിട്ടുണ്ട്. പുതുതായിട്ടുള്ള മേഖലകളിൽ, പ്രത്യേകിച്ച് റിസർച്ച് അടിസ്ഥാനമായിട്ടുള്ള മേഖലകളിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഒരുപക്ഷെ 70കളിലെ സർക്കാരിന് ശേഷം ഏറ്റവും കൂടുതൽ റിസർച്ച് മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത് കഴിഞ്ഞ 10 കൊല്ലമാണ്. അത് സെൻറ്റർ ഫോർ മൈക്രോബയോം ആവട്ടെ, സെൻറ്റർ ഫോർ ന്യൂട്രാസ്യൂട്ടിക്കൽ ആവട്ടെ, അല്ലെങ്കിൽ സെൻറ്റർ ഫോർ ജിനോമിക്സ് ആവട്ടെ, സ്പേസ് പാർക്ക് ആവട്ടെ, ഡിജിറ്റൽ സയൻസ് പാർക്ക് ആവട്ടെ, മറ്റു സയൻസ് പാർക്കുകളാവട്ടെ, ഇവരുടെയൊക്കെ ഉദ്ദേശം അടുത്ത തലത്തിലുള്ള വിജ്ഞാനാധിഷ്ഠിതമായിട്ടുള്ള സങ്കേതങ്ങൾ കേരളത്തിൽ കൊണ്ടുവരിക. ഇതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എങ്ങനെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു ലോകത്തിലേക്കുള്ള തയ്യാറെടുപ്പിലേക്ക് വേണ്ടി നമ്മുടെ യുവതയും നമ്മുടെ ജനത്തിനെയും പ്രാപ്തമാക്കുക എന്നത്. ഈ ഒരു ഷിഫ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇൻ എ ന്യൂ AI വേൾഡ് ഈസ് ദർ എ ഫണ്ടമെൻ്റൽ ഷിഫ്റ്റ് ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ പല പഠനങ്ങളും പറയുന്നത് ഇതൊരു ആക്സസ് സൊസൈറ്റി ആയിരിക്കും. ഈ സൊസൈറ്റിയിൽ കൊളാബറേഷൻസിന് വളരെയധികം പങ്കുണ്ടാവും. ഈ സൊസൈറ്റിയിൽ വോളണ്ടറിസം വളരെ വലിയ ശക്തമായിട്ട് നിൽക്കും. ഇവയെല്ലാം കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ IC ഫോഴ്സ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇതിനെ വളർന്നവയാണ്. ഇവ എങ്ങനെ നമുക്ക് പുതിയ മേഖലയിലേക്ക് ബന്ധിപ്പിക്കാം എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതതിൻ്റെ പോസിറ്റീവ് സൈഡാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ AI ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളും കൂടെ കൊണ്ടുവരുന്നത്. ജോലി ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്നതല്ല, അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷെ അതല്ലാതെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള വേറെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, പ്ലാറ്റ്ഫോമൈസേഷൻ ആൻഡ് പ്ലാറ്റ്ഫോം ഫ്യൂഡലിസം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന്
IT ഇൻഡസ്ട്രി ലോകമെമ്പാടും കുറച്ച് വളരെ ചുരുങ്ങിയ പ്ലാറ്റ്ഫോമുകളുടെ കയ്യിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. ടെക്നോ ഫ്യൂഡലിസം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മൾ പറയാറുണ്ട്. ഒരു ഫ്യൂഡലിസ്റ്റിക് വേൾഡ്, പുതിയൊരു ഫ്യൂഡലിസ്റ്റിക് വേൾഡാണ്. ടെക്നോളജി കമ്പനീസ്, രാജ്യങ്ങളോ രാഷ്ട്രങ്ങളോ ഒന്നും അല്ല ഫ്യൂഡൽ എംപയേഴ്സ് ആവുന്നത്. കുറേ കമ്പനികളാണ് ഫ്യൂഡൽ എംപയേഴ്സ് ആവുന്നത്. അതിൻ്റെ ചില നിതാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെയാണ് അടുത്ത കാലത്ത് മൈക്രോസോഫ്റ്റ് ഒരു സുപ്രഭാതത്തിൽ ഒരു രാജ്യത്തിൻ്റെ തന്നെ കണക്ഷൻസ് എന്താണ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയും ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഒരു ടെക്നോ സെൻട്രലൈസേഷൻ നടക്കുന്നുണ്ട്. അതിനെ എങ്ങനെ നമുക്ക് വേറെ ഏത് രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റാം? മൈക്രോസോഫ്റ്റ് പോലെയോ അല്ലെങ്കിൽ വാക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ, ഉബുണ്ടു പോലെയുള്ള കോൺട്രിബ്യൂട്ടറി പ്ലാറ്റ്ഫോമുകൾ കൊണ്ട് നേരിട്ട ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ളൊരു ചരിത്രം എങ്ങനെ നമുക്ക് AI മേഖലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് എങ്ങനെ മുൻകൈ എടുക്കാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, പ്രത്യേകിച്ച് AIയിൽ നടക്കുന്നത്, നമ്മളെല്ലാവരും AI ഉപയോഗിക്കുന്നവരാണ് ആയിരിക്കാം, ChatGPTയോ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. പക്ഷേ ഇതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ഡംപിങ് നടക്കുന്നുണ്ട്. എന്താ ഞാൻ ഈ ഡംപിങ് എന്ന് ഉദ്ദേശിച്ചത്? ഇന്ന് നമുക്ക് AI വളരെ ചെറിയ കോസ്റ്റിൽ അല്ലെങ്കിൽ 0 കോസ്റ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ അത് നമുക്ക് കിട്ടുന്ന കോസ്റ്റാണ്. ഈ AI ഉണ്ടാക്കാനുള്ള കോസ്റ്റ് അല്ല. ഈ AI ഉണ്ടാക്കാനുള്ള കോസ്റ്റിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മറ്റൊരു രാജ്യത്തുള്ള ഒരു നമുക്ക് അറിയാവുന്ന ഒരു പ്രൊഡക്റ്റ് എടുക്കുക, ലെറ്റ്സ് സേ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്. മറ്റൊരു സ്ഥലത്തുണ്ടാവുന്ന ഒരു നെൽവിത്തോ അല്ലെങ്കിൽ ഗോതമ്പോ ആ രാജ്യത്തുണ്ടാക്കുന്ന കോസ്റ്റിനെ അവിടുത്തെ രാജ്യം സബ്സിഡൈസ് ചെയ്യുന്നു. 100 രൂപയ്ക്ക് ഉണ്ടാക്കുന്നതിന് അവർ 80 രൂപ സബ്സിഡി കൊടുത്തിട്ട് 20 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ട് വിതരണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് എന്താ സംഭവിക്കുക? അവരെല്ലാവരും വൈപ്ഡ് ഔട്ടേ പോകും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ AI നടക്കുന്നത്. ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. കാരണം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ChatGPT കിട്ടുന്നുണ്ട്, നമ്മുടെ കമ്പനികൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇവയെല്ലാം കിട്ടുന്നത് ആരോ സബ്സിഡൈസ് ചെയ്തുകൊണ്ടാണ്. കാരണം എനർജി കോസ്റ്റ്, ചിപ്സിൻ്റെ കോസ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്, അതിന് വേണ്ടിയിട്ടുണ്ടാകുന്ന മറ്റുള്ളതിൻ്റെ കോസ്റ്റ്, ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പനിക്കും നമുക്ക് ഇന്ന് കിട്ടുന്ന രീതിയിലുള്ളൊരു AI കോസ്റ്റ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു പ്രോസസ്സ് എന്താ പറ്റുന്നത്? നമ്മുടെ ഇവിടെയുള്ള നാട്ടിലുള്ള കമ്പനികളെല്ലാം ഇത് വാങ്ങുകയും അവർ ഹ്യൂമൻ റിസോഴ്സിനെക്കാളും ചീപ്പറാണ് എന്ന് വിചാരിക്കുകയും ചെയ്യാണ്. ആക്ച്വലി ദാറ്റ് ഇസ് നോട്ട് ചീപ്പർ, ഇറ്റ് ഇസ് സബ്സിഡൈസ്ഡ്. ഒരു ആൻറ്റി ഡംപിങ്ങിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഒരു റൈറ്റ് ഓഫ് AI അല്ലെങ്കിൽ AI ഉപയോഗിക്കാനുള്ളൊരു റൈറ്റ് നമ്മൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഡിബേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത്. മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, AI മേഖലയിൽ എങ്ങനെ ഉണ്ടാവുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ അതിന് എങ്ങനെ നമുക്ക് ഏതൊക്കെ മേഖലയിൽ നമുക്കിതിനെ ഉപയോഗിക്കാൻ കഴിയും. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, നമ്മൾ സാധാരണ AI-യുടെ 5 ലെയർ കേക്ക് ഓഫ് AI എന്ന് പറയാറുണ്ട്. അതായത് AI സക്സസ്ഫുൾ ആവുന്നതിന് ഏതെങ്കിലും ഒരു ലെയറിൽ നമുക്കൊരു എക്സ്പെർട്ടൈസ് വേണം. അതൊരു എനർജി ലെവലിലാവാം, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ലെവലിലാവാം, അല്ലെങ്കിൽ ചിപ്സിൻ്റെ ലെവലിലാവാം, അല്ലെങ്കിൽ മോഡൽസിൻ്റെ ലെവലിലാവാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലാവാം. ഇന്ത്യയുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഇതിലൊന്നിലും നമുക്ക് എക്സ്പെർട്ടൈസ് ഇല്ല. ആപ്ലിക്കേഷൻ ലെവലിൽ മാത്രമാണ് നമ്മൾ കുറച്ചെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് വളരെ ഹ്യൂജായിട്ട് നമ്മുടെ കയ്യിലുള്ളൊരു അസറ്റാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഡേറ്റ എന്ന് പറയുന്ന അസറ്റിനെ എങ്ങനെ നമുക്ക് നമ്മുടേതായ മോഡലുകളും നമ്മുടേതായ സൊല്യൂഷൻസും കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നത് ആവശ്യമാണ്. അതിനൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേറ്റ പോളിസി നമ്മൾ കൊണ്ടുവരേണ്ടത് ആവശ്യമുണ്ട്. ആ ഡേറ്റ പോളിസി എന്ന് പറയുന്നത് ഡേറ്റയെ അടച്ചു വയ്ക്കുക എന്നുള്ളതല്ല, ഡേറ്റയെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്ന രീതിയിലും കൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇല്ലെങ്കിൽ, ഞാൻ എപ്പോഴും പല ചർച്ചകളിലും സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള പോലെയാണ്, നമ്മളുടെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മിനറൽസുകൾ ഉണ്ടായിരുന്നു, വളരെ അമൂല്യങ്ങളായ സാധനങ്ങളുണ്ടായിരുന്നു. അവയെല്ലാം ഖനനം ചെയ്യുമായിരുന്നു, അയൺ ഓർ എടുക്കുക. പക്ഷേ അതിനെ പ്രോസസ് ചെയ്യാനുള്ള സാങ്കേതികവിദ്യ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അയൺ ഓറിനെ ബ്രിട്ടീഷേഴ്സ് ഖനനം ചെയ്ത് അതിനെ മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുപോയി സ്റ്റീലാക്കി തിരിച്ച് നമ്മുടെ കയ്യിൽ വിൽക്കുമായിരുന്നു. ഇങ്ങനെ രാജ്യത്തിൻ്റെ ഒരുപാട് സമ്പത്ത് നമ്മളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതേ കാര്യമാണ് ഇന്ന് ഡേറ്റയിൽ നടക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഡേറ്റ പല മൾട്ടിനാഷണൽ കമ്പനികളും ഗൂഗിൾ ഉൾപ്പെടെയുള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കയ്യിലുള്ള ഡേറ്റ ഈ സമയത്ത് പോലും ഈ കമ്പനികളിലേക്ക് പോവുകയും അവരത് പ്രോസസ് ചെയ്ത ശേഷം തിരിച്ച് നമുക്ക് വിൽക്കുകയും ചെയ്യുകയാണ്.
ഇത് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളതിനെ എങ്ങനെ നമ്മുടേതായ ഡേറ്റ നമുക്ക് തന്നെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുക, നമ്മുടെ ഡേറ്റ പ്രോസസ്സ് ചെയ്ത് നമുക്ക് സൊല്യൂഷൻസ് ഉണ്ടാക്കുക, ആ സൊല്യൂഷൻസ് കൊണ്ട് നമ്മുടെ ലാർജർ സൊസൈറ്റൽ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുക. ഇതിനു വേണ്ടി ഒരു സമഗ്രമായ ഒരു ഡേറ്റാ നയം, അത് DPDP ആക്ട് അല്ല. DPDP ആക്ട് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അല്ല പറയുന്നത്, അത് പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ്. പക്ഷേ ഡേറ്റയെ എങ്ങനെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചും കൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇവയെല്ലാം ഇന്നത്തെ ചർച്ചയിൽ നമുക്ക്, പ്രത്യേകിച്ച് നമ്മൾ ഈ അടുത്ത 10 കൊല്ലത്തെ ഒരു മോഡൽ കരുപ്പിടിപ്പിക്കുന്ന ഒരു മേഖലയിൽ ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു ദീർഘമായ പ്രസംഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ AI വരുത്തുന്ന മാറ്റങ്ങൾ, AI വരുത്തുന്ന സാമ്പത്തികവും സാമൂഹികമായ മാറ്റങ്ങൾ, അവ ഇൻക്രിമെൻ്റലാണോ, റാഡിക്കലാണോ, ട്രാൻസ്ഫോർമേഷണലാണോ എന്ന കാര്യം ചർച്ച ചെയ്യുകയും അതിനടിസ്ഥാനമായിട്ട് പുതിയ നയങ്ങൾ രൂപവൽക്കരിക്കാനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുകയും അതിനുള്ള ചിന്തകൾ നമ്മൾ കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരു ട്രാൻസാക്ഷണൽ സ്റ്റേറ്റ് ആവുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാര്യം ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളും ഇപ്പോഴും ആയിട്ടില്ല. പക്ഷേ ആ ട്രാൻസാക്ഷണൽ സ്റ്റേറ്റിൽ നിന്ന് മാറി ഒരു ഇൻ്റലിജൻറ്റ് സ്റ്റേറ്റ് ആയിട്ട്, വെയർ പ്രഡിക്റ്റീവ് ഗവേണൻസ് ഈസ് ദെയർ, where data is used in a very proactive manner and to address the challenges of the future technologies. ഇങ്ങനൊരു മേഖലയിലേക്കുള്ള കാൽവയ്പാവാൻ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഇത് സംബന്ധിച്ച് സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള പേപ്പർ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കിലേക്ക് ശ്രീ അനൂപിനെ ക്ഷണിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ഇത് ബേസിക്കലി സഞ്ചിക 2 ചാപ്റ്റർ 12 നമ്മുടെ IT. അത് ആളുകളൊന്ന് നോക്കിയാൽ കൊള്ളാം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഇന്ന് ഈ വിഷയാവതരണം നടത്തുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. അപ്പോൾ പ്രധാനമായിട്ടും IT ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളെപ്പറ്റി സംസാരിക്കുക, അവിടെ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിൽ നേടിയിട്ടുള്ള നേട്ടങ്ങൾ പറയുക, മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇപ്പോൾ സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ നിർമ്മിത ബുദ്ധിയുടെ കടന്നുകയറ്റത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുക, പറ്റുമെങ്കിൽ നമ്മളുടെ മാനിഫെസ്റ്റോയിൽ ആ തയ്യാറെടുപ്പുകളെപ്പറ്റി മെൻഷൻ ചെയ്യുക. ഇതാണ് നമ്മളുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് പശ്ചാത്തല സൗകര്യ വികസനം എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷത്തിൽ. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക്, ഇങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട പാർക്കുകളും കേരളത്തിൽ ഉടനീളം ഇൻ്റർനെറ്റ് ശൃംഖല ഒപ്റ്റിക്കൽ ഫൈബർ വഴി നൽകാൻ കഴിഞ്ഞ KFON എന്ന് പറയുന്ന ഒരു വലിയ നെറ്റ്വർക്കും നമുക്ക് റോൾ ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ IT കയറ്റുമതി എന്ന് പറയുന്നത് ഇപ്പോൾ 2025 ജോയ് ഏറ്റവും അവസാനം ഞങ്ങൾ വെളിയിൽ നിന്നപ്പോൾ നോക്കിയപ്പോൾ 2024-25 സാമ്പത്തിക വർഷത്തിൽ അത് ഏകദേശം $3 ബില്യൺ, അതായത് 39 ഇപ്പോഴത്തെ ഒരു കണക്കിനാണെങ്കിൽ ഒരു 27,000 കോടി രൂപയുടെ കയറ്റുമതിയാണ് നമുക്ക് കേരളത്തിൽ നിന്ന് IT രംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ വികേന്ദ്രീകൃത വികസനം എന്ന് പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റ് നമ്മൾ കേരളത്തിലുടനീളം പുഷ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വയനാടും ചാലക്കുടിയിലും ജോയയുടെ ഉൾപ്പെടെ ആലപ്പുഴയിലും ഇങ്ങനെയുള്ള പല ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലും 100-200 ആൾക്കാർ വർക്ക് ചെയ്യുന്ന കൊച്ചു IT സ്ഥാപനങ്ങൾ വളരെ സക്സസ്ഫുള്ളായി നടന്നു പോരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുടെയും റോഡ് അല്ലെങ്കിൽ അതുവഴിയുള്ള പശ്ചാത്തല സൗകര്യ വികസനങ്ങൾ വഴിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പുരോഗതികളുടെയൊക്കെ ഭാഗമായിട്ടാണ്. ഏതൊരു ഗ്രാമപ്രദേശത്തിൽ നോക്കിയാലും നമുക്കൊരു കോളേജുണ്ട്, നല്ല റോഡുകൾ അവിടേക്ക് എത്തിപ്പെടുന്നു, ഇൻ്റർനെറ്റ് സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് ഇത്തരത്തിലുള്ള വൈജ്ഞാനിക തൊഴിലുകൾ ചെയ്യാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സൃഷ്ടിക്കാൻ നമുക്ക് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്ത മറ്റൊരു ഓർഗനൈസേഷനാണ് K-സ്പേസ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം 1960-കൾ മുതൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ ബുധനാഴ്ചയും ഈ റോക്കറ്റുകൾ തുമ്പേന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൂറിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്ത് ടൂർ വരുമ്പോൾ
നമ്മളെ സ്ഥിരമായിട്ട് കൊണ്ട് കാണിക്കുന്ന ഒരു ഇതാണ് ഈ റോക്കറ്റ് ലോഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ ആ ഒരു എക്സ്പെർട്ടീസ് തിരുവനന്തപുരം പോലെയുള്ള നഗരത്തിൽ ഇന്നിപ്പോൾ അത് അല്പം കൂടി വ്യാപിച്ച് VSSC LPSC അല്ലാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു വലിയ റിസർച്ച് ഓർഗനൈസേഷനും കൂടി ഇന്ന് തിരുവനന്തപുരത്ത് സ്ഥാപിതമായിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ സ്പേസ് ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഏറ്റവും കൂടുതൽ ടാലൻ്റ് ഉള്ള നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി K-Space എന്ന് പറയുന്ന ഒരു പുതിയ ഓർഗനൈസേഷൻ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും, അതിൻ്റെ കെട്ടിടത്തിൻ്റെ പണികൾ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മലയിലും മറ്റു ചില ഭാഗങ്ങളിലും വിതിരയിലും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലം അക്വയർ ചെയ്ത് പല രീതിയിലുള്ള കോമൺ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് നമ്മൾ K-Spaceൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷനെയാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 2016 300 സ്റ്റാർട്ടപ്പുകളായിരുന്ന സ്ഥാനത്ത് നിന്ന് നമ്മൾ ഏതാണ്ട് 7800, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് 7900 രജിസ്റ്റേർഡ് സ്റ്റാർട്ടപ്പുകളും ഏതാണ്ട് 14400ഓളം സ്റ്റാർട്ടപ്പുകളും, സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ കിട്ടാത്ത സ്റ്റാർട്ടപ്പുകളോട് കൂട്ടുകയാണെങ്കിൽ ഏതാണ്ട് 14000ഓളം സ്റ്റാർട്ടപ്പുകൾ ഇന്ന് കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു കണക്ക് പ്രകാരം ഒരു ഓൺ ആൻ ആവറേജ് ഒരു സ്റ്റാർട്ടപ്പ് 10 പേരെ എംപ്ലോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1.5 ലക്ഷം പേരുടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇതുവഴി കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 7500 കോടി രൂപയോളം ഇൻവേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരാനും ഈ സ്റ്റാർട്ടപ്പുകൾ വഴി നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ ചെയ്ത ആ ഒരു പ്രവർത്തനത്തിൻ്റെ യഥാർത്ഥ ഫലങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ഏതാണ്ട് കേരളത്തിൽ നിന്ന് നല്ല രീതിയിൽ വളർന്നു വരാൻ സാധ്യതയുള്ള കമ്പനികളുടെ ഒരു ലിസ്റ്റ് ഒന്ന് ക്യൂറേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് എഴുതി തുടങ്ങി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു 150ഓളം കമ്പനികൾ 100 കോടി രൂപ വിറ്റുവരവ് അല്ലെങ്കിൽ ചിലപ്പോൾ 1000 കോടി രൂപയിലേക്ക് വരെ എത്താൻ കഴിയുന്ന സാധ്യതകളുള്ള കമ്പനികൾ കേരളത്തിൽ നിന്ന് പതുക്കെ ഫോം ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ വഴി അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക് എന്ന് പറയുന്ന ഈ 2 സ്ഥാപനങ്ങൾ നമ്മൾ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഈ 10 വർഷത്തിൽ തന്നെ സ്ഥാപിച്ചെടുത്ത കാര്യങ്ങളാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഈ 2 സ്ഥാപനങ്ങളും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാരുടെയും മനസ്സിൽ ആദ്യം വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റലി കോഴ്സ് കൊടുക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഡിജിറ്റലി പഠിപ്പിക്കുന്ന ഒരു സ്ഥലം എന്നുള്ളതായിരുന്നു. എന്നാൽ അങ്ങനെ അല്ല. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സാർ ഇവിടെ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അതായത് നമ്മളുടെ എല്ലാ മേഖലകളിലും നമ്മളൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ കൂടി കടന്നു പോവുകയാണ്. പണ്ട് കച്ചവടം ചെയ്ത പോലെ അല്ല ഇന്ന് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. പണ്ടാണെങ്കിൽ നമ്മൾ ഒരു സാധനത്തിൻ്റെ വില നോക്കുന്നു, അത് നെഗോഷിയേറ്റ് ചെയ്യുന്നു, കടക്കാരനുമായി കച്ചവടം ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഒരു മാനുവൽ പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഇന്ന് അയാൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കുന്നു, ഇത്രയും സാധനം എനിക്ക് വിൽക്കാനുണ്ടെന്ന് പറയുന്നു, വാട്സാപ്പ് വഴി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ അവസാനത്തിൽ ഒരു കച്ചവടം നടക്കുന്നു. ഈവൻ ഗവൺമെൻറ്റിൽ പോലും ട്രാൻസാക്ഷൻസ് വാട്സാപ്പ് വഴി നടക്കുന്നു, നമ്മൾ പല തീരുമാനങ്ങളും വാട്സാപ്പ് വഴി എടുക്കുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ സമസ്ത മേഖലകളെയും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അതിപ്പോൾ എൻവയോൺമെൻറ്റിലായാലും ക്ലൈമറ്റിലായാലും കൾച്ചറിലായാലും ഈ പറയുന്ന ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടക്കും. അത്തരത്തിലുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി വിദ്യാർത്ഥികളെ പ്രിപ്പയർ ചെയ്യുക. എങ്ങനെയാണ് ഓരോ മേഖലകളിലും ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്, അതിനനുസരിച്ചുള്ള കോഴ്സുകൾ ഉണ്ടാക്കുക, ആ കോഴ്സുകളുടെ കരിക്കുലം ഡെവലപ്പ് ചെയ്യുക, അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വളരെ സക്സസ്ഫുള്ളായി ചെയ്യുന്നത്. ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ പണ്ട് നമ്മൾ പാർക്കുകൾ എന്ന് ഉദ്ദേശിച്ചിരുന്നത്, അല്ലെങ്കിൽ വ്യവസായ പാർക്കുകളും നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ശരിക്കും സ്ഥലമായിരുന്നു. സ്ഥലം, പിന്നെ അത് കഴിഞ്ഞ് ടെക്നോ പാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ കെട്ടിടങ്ങൾ കെട്ടി നമ്മൾ കമ്പനികൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു. പക്ഷേ നാളെയുടെ പാർക്കുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാകുന്ന പാർക്കുകൾ എന്ന് പറയുന്നത് പ്രൈമറിലി വിൽ ബി ഡ്രിവൺ ബൈ വാട്ട് വി കോൾ ആസ് ദ STEM, ദാറ്റ് ഇസ് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ആൻഡ് മേ ബി ആർട്സ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള കോമൺ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് കൂടി ഉള്ള പാർക്കുകളായിരിക്കും നാളെ കമ്പനികൾ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനായി സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള കോമൺ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ്, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സെൻറ്റേഴ്സ്, ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ്, ഡിസൈൻ സെൻറ്റേഴ്സ്, ഇങ്ങനെയുള്ള അതിനുവേണ്ട സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ഇതെല്ലാം ഒരുമിച്ച് കൂടുന്ന രീതിയിലുള്ള പുതിയ പാർക്കുകളായിരിക്കും നമ്മൾ ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്ന സയൻസ് പാർക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ സയൻസ് പാർക്കാണ് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ഇപ്പോൾ പല കോളേജുകളുമായി ചേർന്ന് നമ്മൾ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുമായി ചേർന്ന് പുതിയ സയൻസ് പാർക്കുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് ചേർന്ന് ഒരു ട്രാൻസ്ലേഷണൽ റിസർച്ച് പാർക്ക്, ട്രസ്റ്റ് പാർക്ക് എന്ന പേരിൽ ഒരു ട്രാൻസ്ലേഷണൽ റിസർച്ച് പാർക്ക് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ റിസർച്ച് പാർക്കിൽ നിന്ന് വന്ന ഒരു കമ്പനിക്കാണ് ഈ അടുത്ത ഇടയ്ക്ക് സെമി കണ്ടക്ടർ എഡ്ജ് AI ചിപ്സിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 100 കോടി രൂപയുടെ ഫണ്ടിങ്
സോഹോയുടെ കയ്യിൽ നിന്നും ചില വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുകൂടാതെ നമുക്കുള്ള മറ്റൊരു പശ്ചാത്തല സൗകര്യ വികസന ഏജൻസിയാണ് KSITL എന്ന് പറയുന്നത്, കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. അതിപ്പോൾ അവർ കിറ്റ്ഫ്ര എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ തരത്തിലും ഇപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടാവും, കൊട്ടാരക്കരയിൽ ഒരു മിനി IT പാർക്ക് വരുന്നു, കണ്ണൂർ ഒരു പുതിയ IT പാർക്ക് വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള IT പാർക്കുകളുടെ എല്ലാ നിർമ്മാണവും പ്രവർത്തനവും മാനേജ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് KSITL എന്ന് പറയുന്നത്. KSITLന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഈ സ്പേസിൻ്റെ പോലും പുതിയ കെട്ടിടവും എല്ലാം KSITL ആണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യ വികസനത്തിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ICFOS സുനിൽ ഇവിടെ ഉണ്ട്. ICFOS ഓപ്പൺ സോഴ്സ് മൂവ്മെൻറ്റിൽ നമ്മൾ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ ഓപ്പൺ സോഴ്സ് മൂവ്മെൻറ്റ് 2 ദിവസം മുമ്പേ നമ്മുടെ പ്ലാനിംഗ് ബോർഡിൻ്റെ വിഷൻ 2031 എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മൾ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ സാർ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, ആക്ച്വലി ജോയ് അവിടെ സൈഡിൽ ഇരുന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഡെസ്പായി പോകുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഒരു നിർമ്മിത ബുദ്ധി സമ്മിറ്റ് ഡൽഹി വെച്ച് നടന്നു. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ Sarvam.ai എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനി അല്ലാതെ ബാക്കിയുള്ള എല്ലാവരും നമുക്ക് സായിപ്പുമാർ എന്ന് പറയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സായിപ്പുമാരുടെ കൂടെ കൈകോർത്ത് നമ്മൾ കൈപൊക്കി നിൽക്കുമ്പോൾ സത്യത്തിൽ നമ്മളുടെ ഭാവി അവർക്ക് അടിയറ വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഡേറ്റ, നമ്മളുടെ ഗവേണൻസ്, നമ്മളുടെ ജനങ്ങളുടെ സ്വകാര്യത, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു പറ്റം അമേരിക്കൻ കമ്പനികളുടെ മുന്നിൽ അടിയറ വെക്കുന്ന കാഴ്ചയാണ് സത്യത്തിൽ AI സമ്മിറ്റിന് പോയ എനിക്ക് കാണാൻ കഴിഞ്ഞത്. Sarvam.ai എന്ന് പറയുന്ന തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത ആ മോഡൽ മാത്രമായിരുന്നു അഭിമാന പുരസ്സരം ഞാൻ നോക്കി നിന്ന ഒരു രംഗം എന്ന് പറയുന്നത്. അവർക്കത് ചെയ്യാൻ കഴിഞ്ഞു, വളരെ ഭംഗിയായത് വർക്ക് ചെയ്യുന്നു. 4-5 ഭാഷകളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഭാഷ ഡിറ്റക്ട് ചെയ്ത് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കുന്ന രീതിയിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള മോഡലുകളാണ് സർവം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സർവത്തിൻ്റെ ലാംഗ്വേജ് മോഡലുകൾ അവർ ഓപ്പൺ സോഴ്സ് ചെയ്യുകയും ചെയ്തു. അപ്പം നമുക്ക് നാളെ അത് ഉപയോഗിക്കാനും അതുവഴി കൂടുതൽ ലാംഗ്വേജ് കമ്പ്യൂട്ടിങ്ങിൽ കാര്യങ്ങൾ ചെയ്യാനും കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ 5-6 കമ്പനികൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഉൾപ്പെടെ, സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രസംഗം ഉൾപ്പെടെ എല്ലാം അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അവർ മനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം ഇൻസൈറ്റ്സ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് എന്ത് നടക്കുന്നു, എന്ത് രാഷ്ട്രീയമാണ് നടക്കുന്നത്, എന്ത് ഡെവലപ്മെൻ്റാണ് നടക്കുന്നതെന്ന് ഒരു ക്ലിക്ക് ഓഫ് എ ബട്ടണിൽ കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ഡേറ്റ മൊത്തം അസിമുലേറ്റ് ചെയ്ത് അനലൈസ് ചെയ്യാനുള്ള പവർ ഈ പറയുന്ന 4-5 കമ്പനികൾക്ക് ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഞാൻ ഇന്നത് ചർച്ച ചെയ്യപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, അത് ആന്ത്രോപ്പിക് ഇവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് രംഗത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം അതിനെപ്പറ്റി കേട്ട് കാണും. കഴിഞ്ഞ ഒരു മാസത്തിനകം 2 മോഡലുകളാണ്. അപ്പോൾ 2 മോഡലുകളും വന്നതോടെ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്ത്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരിരുന്ന് ഒരു പ്രോംപ്റ്റ് ഡിസൈൻ ചെയ്ത് ഇന്ന ആപ്ലിക്കേഷനാണ് എനിക്ക് ജനറേറ്റ് ചെയ്ത് തരേണ്ടത് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും അവൻ ഈ മൊത്തം സാധനം എഴുതി ഡിപ്ലോയ് ചെയ്ത് കഴിയുന്ന രീതിയിലേക്ക് നിർമ്മിത ബുദ്ധി വളർന്നു എന്നാണ് ഇന്ന് US നിന്ന് വരുന്ന പല ആൾക്കാരുടെയും കയ്യിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ 5-10 വർഷം കൊണ്ട് വരുന്ന മാറ്റം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ മാറ്റം, സിംഗുലാരിറ്റി എന്ന ഒരു വാക്ക് പണ്ട് ഉപയോഗിക്കുമായിരുന്നു. അത് മനുഷ്യനും മെഷീനും കൂടി ഒരുപോലെയായി മാറുന്ന ഒരു ഘട്ടം. നമ്മളിപ്പോൾ രണ്ട് പ്രതലങ്ങളിൽ നിൽക്കുന്ന 2 കാര്യങ്ങളാണല്ലോ മനുഷ്യനും മെഷീനും എന്ന് പറയുന്നത്. ഇവരടുത്തടുത്തടുത്ത് വന്നിട്ട് ഇതെല്ലാം കൂടെ ഒറ്റ ഇതായിട്ട് മാറുകയും പല കാര്യങ്ങളും നമ്മളിന്ന് ഉദ്ദേശിക്കുന്നതിൽ നിന്നും വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു ലോകത്തിലേക്ക് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ ചിലപ്പോൾ ഞാൻ ഈ ഒരു അവതരണത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇറലവൻ്റ് ആയിട്ട് മാറുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തിയേക്കാം. എത്തുമെന്നല്ല ഞാൻ പറയുന്നത്, എത്തിയേക്കാം. ചിലപ്പോൾ നമുക്ക് ഈ പാർക്കുകളൊന്നും വേണ്ടി വരില്ല, വലിയ കെട്ടിടങ്ങളേ വേണ്ടി വരില്ല. ചെറിയ കെട്ടിടം, ഇതുപോലത്തെ ഒരു കൊച്ചു മുറിയിൽ 4-5 പേരിരുന്ന് പ്രോംപ്റ്റിനെ പറ്റി ആലോചിച്ച് പ്രോംപ്റ്റ് കൊടുത്തിട്ട് പോവുക. അപ്പുറത്തെ കെട്ടിടത്തിൽ വലിയ കമ്പ്യൂട്ടറുണ്ട്, അവനിതെല്ലാം ചെയ്ത് 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു തരുന്ന രീതിയിലേക്ക് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ മാറിയേക്കാം, നമ്മളുടെ ജോലിയുടെ രീതികൾ മാറിയേക്കാം, നമുക്ക് വേണ്ടി വരുന്ന സ്കില്ലിംഗ് മാറിയേക്കാം. പക്ഷേ അവിടെ സാറി പറഞ്ഞ കാര്യത്തിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് AI-യെ പൂർണ്ണമായും പുൽകാൻ കഴിയുമെങ്കിൽ അതിന് കഴിയുന്ന സംസ്ഥാനമാണ് കേരളം. കാരണം
ഇത്രയധികം ഡിജിറ്റൽ ലിറ്ററസി ഉള്ള, ഇത്രയും കൂടുതൽ GPT അല്ലെങ്കിൽ മറ്റ് പുതിയ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ, അത് സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ GPT-യോട് ചോദിക്കാതെ ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യാറില്ല. ആ രീതിയിലുള്ള ഡിജിറ്റൽ അഡോപ്ഷൻ, AI അഡോപ്ഷൻ സമൂഹത്തിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് നല്ലതല്ല. പലപ്പോഴും ഇപ്പോൾ ഇന്ന് എൻ്റെ ഭാര്യ എന്നോട് പറയാറുണ്ട്, എനിക്കിപ്പോൾ ഒരു പുതിയ ഇത് തുടങ്ങിയിട്ടുണ്ട്, ഞാൻ GPT-യോട് സംസാരിച്ചു തുടങ്ങി. അത് നല്ല കാര്യമേ അല്ല, പക്ഷേ അത് സംഭവിക്കുന്നു. അത് ചെയ്യാനുള്ള കഴിവ് ആൾക്കാർക്കുണ്ട്. അപ്പോൾ അതിനെ നല്ല രീതിയിലേക്ക് ചാനലൈസ് ചെയ്യുകയും അത് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റിക്കൊടുക്കുകയും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ വലിയൊരു വിപ്ലവം ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മൾ നേടിയിട്ടുള്ള ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതായത് പൊതുവെ ആൾക്കാർക്ക് കേരളത്തിൽ വ്യവസായം നടക്കില്ല എന്നുള്ള കാര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ ആൾക്കാർ തുടങ്ങിയിരിക്കുന്നു. പുതിയ പുതിയ കമ്പനികൾ തുടങ്ങാൻ ചെറുപ്പക്കാർ തയ്യാറാവുന്നു. നല്ല റോഡുകൾ, നല്ല വാട്ടർവേസ്, നല്ല എയർ കണക്ടിവിറ്റി, വാട്ടർ മെട്രോ, ഇങ്ങനെയുള്ള പല പല നൂതനമായ മൊബിലിറ്റി വഴി കേരളം അങ്ങോളം ഇങ്ങോളം കണക്റ്റഡ് ആവുന്നു. ഒരു ഡിജിറ്റൽ ലിറ്ററസി അല്ലെങ്കിൽ ഒരു AI ലിറ്ററസി ജനങ്ങളിലേക്ക് എത്തുന്നു. അത്യാവശ്യത്തിനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഉണ്ടാവും. അപ്പം ഇതിനെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിർമ്മിത ബുദ്ധിയുടെ ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, ഇന്ത്യയിൽ എങ്ങനെ നമുക്കൊരു മേൽക്കൈ നേടാം എന്നുള്ളതിനെക്കുറിച്ച് ഈ ചർച്ച, ഇനി വരാൻ പോകുന്ന 1 മണിക്കൂറിലെ ചർച്ച സഹായിക്കും എന്ന് കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്തരം ഒരു വീക്ഷണത്തിൽ കാര്യങ്ങളെ അവതരിപ്പിച്ചതിൽ നന്ദി ശ്രീ അനൂപ്. അടുത്തതായി ശ്രീ ജോയ് സെബാസ്റ്റ്യനെ ഇതിനോട് പ്രതികരിക്കുന്നതിന് വേണ്ടി ശ്രീ അനൂപും അതുപോലെ സജി ഗോപിനാഥ് സാറും നടത്തിയ പ്രതികരണങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നതിന് ശ്രീ ജോയ് സെബാസ്റ്റ്യനെ ക്ഷണിക്കുന്നു. പ്ലീസ്. ഇത് വർക്ക് ചെയ്യുന്നില്ല. ഹലോ, എന്തോ വർക്ക് ചെയ്തു ഇപ്പോൾ അല്ലേ? ഇല്ലെങ്കിൽ ഇത് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഹലോ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, കേൾക്കാം. നേരത്തെ സജി സാറ് പറഞ്ഞ IT ഒരു ലീനിയർ പ്രോഗ്രസ്സിലല്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഇത് ലീനിയറും അല്ല എക്സ്പൊണൻഷ്യലും അല്ല, അതിനും അപ്പുറം എന്തൊക്കെയോ സംഭവിക്കുന്ന ദിവസമാണ് നമ്മൾ പരസ്പരം സംസാരിക്കുന്നതെന്ന് ചർച്ചകൾ. ഒരു ചെറിയ IT സംരംഭകൻ എന്ന നിലയിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ, കേരളം അതിന് അപവാദമൊന്നുമല്ല, 95% വർക്ക് ഫോഴ്സും സർവീസിനെ ബേസ് ചെയ്ത് ജീവിക്കുന്ന ഇന്ത്യയിൽ, IT സർവീസിനെ ബേസ് ചെയ്ത് ജീവിക്കുന്ന ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ ക്ലൗഡ് പോലുള്ള സംഗതികൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന എന്താണ്, ഇപ്പം സ്പെക്കുലേഷൻസ് ആണ്, പക്ഷേ അതെന്താണ് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു ചാലഞ്ച്. എനിക്കൊന്ന് ബാക്കിയൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വളരെ മനോഹരമായി IT-ക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. IT-യെ നന്നായി യൂസ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റിയിട്ടുണ്ട്. കുട്ടികളിൽ IT ലിറ്ററസി, മാതാപിതാക്കളിൽ IT ലിറ്ററസി എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം വന്നൊരു ചോദ്യം, AI-ൽ ലിറ്ററസി വേണ്ടേ എന്നൊരു ചോദ്യം. ഞാൻ പറഞ്ഞു കേരളത്തിൽ അതും ചെയ്യുന്നുണ്ട്. ഒരു നാഷണൽ ചർച്ചയിൽ എന്നോട് ചോദിച്ചത് AI-ൽ ലിറ്ററസി കൊടുക്കേണ്ട അത്യാവശ്യമില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ ഇപ്പോൾ 60 ലക്ഷം മാതാപിതാക്കൾക്ക് IT ലിറ്ററസി കൊടുക്കാൻ നമ്മളുടെ പ്രോഗ്രാം കേട്ടിട്ടുണ്ട്, പക്ഷേ AI-ക്ക് ലിറ്ററസി വേണ്ട ആവശ്യമില്ല. അപ്പോൾ അനൂപ് പറഞ്ഞു നിർത്തിയിട്ടില്ല, AI-യോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. AI-ക്ക് ലിറ്ററസി വേണ്ട, AI ഉപയോഗിക്കാൻ ലിറ്ററസി വേണ്ട.
ജനിച്ചു വീഴുന്ന കുട്ടികൾ തൊട്ട് ജനിച്ചു വീഴുന്ന കുട്ടി കരയുന്നത് എന്തിനാണെന്ന് നമ്മളോട് പറയും. മരിക്കാൻ പോകുന്നയാൾ കാര്യം ഞാനും ആ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മരിക്കാൻ കിടക്കുന്ന ജെറിയാട്രിക് കെയറിൽ, പാലിയേറ്റീവ് കെയറിൽ ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. മരിക്കാൻ കിടക്കുന്നയാളുടെ മുഖഭാവം നോക്കി അയാൾക്ക് ഇപ്പോൾ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന തലത്തിലേക്ക് വന്നു കഴിഞ്ഞു. അലാമിങ് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ മീറ്റിംഗ് നടത്തുന്നത് എന്ന് ഞാൻ പറയും. പേടിപ്പിക്കാനല്ല, സത്യം പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. സത്യം പറയാതിരിക്കുന്ന കാര്യമില്ല. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും നമ്മൾ ഈ ഉണ്ടാക്കിയതെല്ലാം നല്ലത് തന്നെ, പക്ഷേ ഇറ്റ്സ് ഓൾ ഒബ്സലീറ്റ്. എവ്രിതിങ് ഈസ് ഒബ്സലീറ്റ്. അപ്പോഴാണ് നമ്മൾ വേറെ കുറേ പ്രശ്നങ്ങളെ പറ്റി നമ്മുടെ മുന്നിൽ, നമ്മൾ ഈ വർക്ക് ഫോഴ്സിനെ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മുടെ കുട്ടികൾ ഇനി എന്ത് ചെയ്താണ് ജീവിക്കുക, ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഞാൻ കുട്ടികളോടൊക്കെ സംസാരിക്കാൻ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾ ചോദിക്കുക, ഞങ്ങൾക്ക് ഇനി ജോലി ഉണ്ടാവുമോ? നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അത്രയും ഒരു ഡാർക്ക്നെസ് ഫ്രണ്ടിലുണ്ട്. ഡാർക്ക് ഫാക്ടറീസും ഡാർക്ക് സ്റ്റോറുകളും ഉള്ള കാലമാണിത്. മനുഷ്യരെ വേണ്ട ഒരിടത്തും. ഒരാ പേര് തന്നെ ഉപയോഗിക്കുന്നത്, ഡാർക്ക് ഫാക്ടറീസ്, ഡാർക്ക് സ്റ്റോഴ്സ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഡാർക്ക് ഹോസ്പിറ്റൽസ് വരുന്നു. എവ്രിതിങ് ഈസ് കമ്മിങ് ഓൺ ഡാർക്ക്. മനുഷ്യരെ വേണ്ടാത്ത ഇടം. മനുഷ്യര് അപ്പോൾ തന്നെയാണ് നമ്മൾ 4-5 കമ്പനികളുടെ 4-5 പണ്ടൊക്കെ നമ്മൾ കുത്തകകളെ പറ്റി ദിവസവും സംസാരിക്കും. ഇപ്പോൾ വളരെ വിരലിലെണ്ണാവുന്ന കുത്തകകളുടെ കയ്യിലേക്ക് മുഴുവൻ സാങ്കേതിക വിദ്യയും മുഴുവൻ ടെക്നോളജിയും പോയി അമരുമ്പോൾ എന്നോട് അന്ന് വന്നൊരു ചോദ്യം ഇതായിരുന്നു, ഇത്ര ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വരികയല്ലേ, വിശാഖപട്ടണത്ത് $1.2 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഗൂഗിൾ ചെയ്യാൻ പോണോ, അവിടെ ഇവർ ചെയ്യാൻ പോണു. എല്ലാം കൂടെ നോക്കുമ്പോൾ ഇന്ത്യ ഇന്ന് വരെ ടെക്നോളജിയിൽ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഒറ്റ വർഷം കൊണ്ട് അനൗൺസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നീ പറയാനുള്ളത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യ ഇത്ര വലിയ ഉപഭോക്തൃ രാജ്യമാണെന്നും ഇന്ത്യ ഡാറ്റയുടെ ഏറ്റവും വലിയ സോഴ്സാണെന്നും മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ആ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് നടക്കുന്നത്. ഇവിടെ തൊഴിലുണ്ടാക്കാനോ ഇന്ത്യയുടെ മുഴുവൻ സംഗതികളും കൈപ്പിടിയിലാക്കാൻ പറ്റിയ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുഴുവൻ ഇപ്പൊ നമ്മൾ നേരത്തെ സാറ് പറഞ്ഞു വെച്ചത് വേറൊരു തരം ഫ്യൂഡലിസം എന്നൊക്കെ പറഞ്ഞതിൽ വേറൊരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരികയാണ്. ഒരു സംശയവും വേണ്ട, മറ്റൊരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. ടെക്നോളജിയുടെ രൂപത്തിൽ, സാങ്കേതിക വിദ്യയുടെ അപ്രമാദിത്വത്തിൻ്റെ രൂപത്തിൽ ഇന്ത്യ മുഴുവൻ പണയം വെക്കപ്പെട്ട് കഴിഞ്ഞു. സത്യത്തിൽ അത് ഇന്ത്യ മാത്രമല്ല കേട്ടോ, ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ ഭരണാധികാരികളുടെ പ്രശ്നമൊന്നുമല്ല. ഭരണാധികാരികൾക്ക് ലോകത്തോടൊപ്പം സഞ്ചരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഞാൻ പൊളിറ്റിക്സ് അല്ല പറയുന്നത്, പക്ഷേ ഇറ്റ് ഈസ് ഹാപ്പനിങ്. അപ്പം തന്നെയാണ് ഡെൻമാർക്കിൻ്റെ അടുത്ത് പോയി സാർ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റ് പോയിട്ട് ഒരു ദിവസം പ്ലഗ് ഊരിയിട്ട് പറയുന്നു, നാളെ മുതൽ നിങ്ങൾക്ക് എന്തില്ല, നാളെ മുതൽ ടെക്നോളജി ഇല്ല. എൻ്റെ അടുത്ത് റിക്വയർമെന്റ് വരാറുണ്ട്. ഈ ഡെൻമാർക്കിൽ നിന്ന് തന്നെയാണ് റിക്വയർമെന്റ് വന്നത്. ഭാരത് വി സി പോലെ ഒരു പ്രോഡക്റ്റ് ഡെൻമാർക്കിന് കൊടുക്കാൻ പറ്റൂ, ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക്. ആ വാക്കാണ് നമ്മൾ, എനിക്ക് തോന്നുന്നു അതിനെ നമ്മൾ പൊളിറ്റിക്കലി ആ വാക്കിനെ ഉപയോഗിക്കുന്നവരും സോവറൈനിറ്റി എന്നൊരു വാക്ക് വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട കാലം അതിക്രമിച്ചു. സോവറൈനിറ്റി എന്നുള്ളത് ഒരു ഒരു എന്താ പറയുക, കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു സംഗതി എന്നുള്ളതിനപ്പുറം, ഒരു അധികാരത്തെ പിടിച്ച് നിലനിർത്താനുള്ള സംഗതി എന്നതിനപ്പുറം നമ്മൾ ടെക്നോളജി സോവറൈനിറ്റി നേടേണ്ട സമയം ആയി. ടെക്നോളജി സോവറൈനിറ്റി ഇല്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നോളജി സോവറൈനിറ്റിയിലൂടെ മാത്രമേ ഇനി എനിക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയൂ. ആ ടെക്നോളജി സോവറൈനിറ്റി വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നോളജ് ഇക്കോണമി എന്ന കോൺസെപ്റ്റിൽ നമ്മൾ കുറച്ചുകൂടി ഊന്നേണ്ടതുണ്ട്. നമ്മുടെ നോളജ് വെദർ ഇറ്റ് ഈസ് കോമ്പീറ്റന്റ് വിത്ത് ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നവരുടെ, അല്ലെങ്കിൽ ഡീപ് സീക്ക്, നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡീപ് സീക്ക് ഈസ് ഗിവിങ് സ്ട്രോങ് കോമ്പറ്റീഷൻ ഇൻ ദ
ഡീപ്സിക്ക് വന്നതിന് ശേഷം 24 25 മോഡലുകൾ ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ട്. സർവം തരുന്ന ഒരു ഓപ്പണിംഗ് ആണ്, നമുക്ക് ഒരു സംശയം വേണ്ട. ഞങ്ങൾ ഓപ്പൺ സോഴ്സിൽ നമ്മളുമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഇതേ സംഗതികൾ. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് എന്നൊരു ചോദ്യം. നമ്മൾ ഇതുവരെ ചെയ്ത ഇൻഫ്രാസ്ട്രക്ചർ ആണോ, നമുക്കത് ചെയ്യാൻ കഴിയുമോ? ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാനൊരു കഥ മനസ്സിലാക്കിയത്. നമുക്ക് ഒരു 24 GPU ഉപയോഗിക്കാതെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ സീരിയസ്ലി ഞാൻ അവിടെ ചെന്നു കണ്ടു. അത് കിഫ്ബി ഫണ്ട് ചെയ്തിട്ട് 24 GPUs അവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഉപയോഗിക്കാതെ അവരുടെ കുഴപ്പമില്ല, അത് ഉപയോഗിക്കാനായിട്ട് ആരും അവിടെ ചെന്നിട്ടില്ല. അവർ ഓപ്പണാണ് കൊടുത്തത്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ എനിക്ക് സ്റ്റാർട്ടപ്പ് മിഷനോടൊക്കെ ഉള്ള ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം കൂടെ ഞാനിവിടെ പറയാം. നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാവരെയുമാണ്. ആ പ്രൊമോഷനിൽ കുറച്ച് വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. എവിടെയാണ് സീരിയസ് ആയിട്ട് ടെക്നോളജി, ഡീപ് ടെക് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പക്ഷേ ഡീപ് ടെക്കിൽ എത്ര കമ്പനികൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു, എത്ര കമ്പനികൾക്ക് വേണ്ട. ഞാനിപ്പോൾ ഇവരുടെ ഫണ്ടിങ്ങിൻ്റെ പാനലിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കാണുന്നത് എല്ലാം ഒരു തരത്തിൽ ഫിസിക്കൽ സർവീസിനെ ഏതെങ്കിലും തരത്തിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന തരത്തിലുള്ള പ്രോഡക്ട്സും കമ്പനീസുമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്. അവരൊക്കെ ടാപ്പ് ചെയ്യാൻ നോക്കുന്ന കേരളത്തിലെ ചെറിയ മാർക്കറ്റ് അല്ലെങ്കിൽ അതിനെ അങ്ങനെ ആലോചിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് വേണ്ടത് ഡീപ് ടെക്കിൽ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ, ഡീപ് ടെക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, അത് സാറ് പറഞ്ഞ 5 ലെയറിൽ, ചിപ്പായിക്കോട്ടെ, ഡാറ്റ ആയിക്കോട്ടെ, മോഡലായിക്കോട്ടെ, 5 ലെയറിലും ഡീപ് ടെക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്ഥാപനങ്ങളെ പ്രത്യേകം കണ്ടെത്തി, താല്പര്യമുള്ള വ്യക്തികളെ പ്രത്യേകം കണ്ടെത്തി അവർക്ക് അവരുടെ ഗോൾസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഗോളിൽ എത്തിപ്പെടുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ഫണ്ടിങ്. അത് ഈ 10-15 ലക്ഷം ഒന്നും കൊടുത്താലൊന്നും ഇതൊന്നും ഓടൂല. ഞാനിപ്പോൾ ഈ 2 ലക്ഷം രൂപയുടെ ഫണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറേ നേരം 1 മണിക്കൂർ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പൈസ അങ്ങ് അവർക്ക് കൊടുത്താൽ മതിയായിരുന്നു. സീരിയസ്ലി അതിൽ നിന്ന് മാറണം. ചിലരെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ പ്രത്യേകം കണ്ടെത്തി, എല്ലാ സ്റ്റാർട്ടപ്പുകളും ഒന്നല്ല, അതിന് പ്രത്യേകം കണ്ടെത്തി നമ്മുടെ നയത്തിൽ അതിനു വേണ്ട പ്രത്യേക മാറ്റം വരുത്തണം. ചിപ്പിൽ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ, ചിപ്പ് ഡിസൈനിൽ താല്പര്യമുള്ള, ഫാബ്ലസ് ഡിസൈനിൽ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെയൊക്കെ പ്രത്യേകം കണ്ടെത്തി, അവരെയൊക്കെ കോളേജിൽ നിന്ന് തന്നെ അധ്യാപകർക്കൊക്കെ അറിയാമെന്ന് ഇവർക്കൊക്കെ പറ്റുമെന്ന്, അവരുടെയൊക്കെ ഫീഡ്ബാക്ക് എടുത്തിട്ട് അവരെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത. നമ്മൾ 7000 സ്റ്റാർട്ടപ്പിന് 2 ലക്ഷം രൂപയല്ല കൊടുക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ 7000 സ്റ്റാർട്ടപ്പ് ഉണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരു വർഷം 2 ലക്ഷം രൂപ ഫണ്ട് കൊടുത്തു നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് പകരം വി ഷുഡ് ഗിവ് മോർ. ഇത് തെറ്റൊന്നുമല്ല, ഇത്രയും നാൾ ചെയ്തത് തെറ്റാണെന്നല്ല. ഇപ്പം നമ്മൾ ആ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യണം, അതിൻ്റെ ഗിയർ ചേഞ്ച് ചെയ്യണം, അതിനെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യണം. ഒരു 1.5 ലക്ഷം എൻജിനീയേഴ്സ് നമ്മുടെ കേരളത്തിലെ വിവിധ പാർക്കുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മേ ബി ഒരു 3 ലക്ഷം പേര് IT ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും. ചെറിയ സ്റ്റാർട്ടപ്പുകളിലൊക്കെ ആയിട്ട് അനൂപ് പറഞ്ഞ പോലെ 1.5 ലക്ഷം പേര് സ്റ്റാർട്ടപ്പുകളിലും 1.5 ലക്ഷം പേര് ട്രഡീഷണൽ IT ഇൻഡസ്ട്രിയിലും ഉണ്ടെന്നാണ് കരുതുന്നത്. അങ്ങനെ 3 ലക്ഷം പേരെ നമുക്ക് കണക്ക് കൂട്ടിയാൽ ഈ 3 ലക്ഷം പേരിൽ ഒരു 1% അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ എല്ലാവരെയും കൗണ്ട് ചെയ്യുന്നില്ല, ഒരു 3000 പേർക്കെങ്കിലും ചില സംഗതികൾ, ചില പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റുകൾ എടുത്തു വെച്ച് ചെയ്യാൻ കഴിയും. അവരെ നമ്മൾ എങ്ങനെ അവരെ ഉപയോഗപ്പെടുത്തുമെന്നുള്ളത് അടുത്ത തലത്തിൽ ആലോചിക്കേണ്ടതാണ്. അവരോട് പറയാം, നിങ്ങൾ തുടങ്ങൂ, എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങളുടെ ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഉള്ള സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങൂ എന്ന് നമ്മൾ ആഹ്വാനം ചെയ്യും. ഇപ്പോഴും ഞാൻ 25-26 വർഷമായി ഇൻഡസ്ട്രിയിൽ. എൻ്റെ ഒപ്പം എൻ്റെ കൂടെ ആദ്യത്തെ സ്റ്റാർട്ടപ്പിലുണ്ടായിരുന്ന, ആദ്യത്തെ പ്രോഡക്റ്റ് കമ്പനിയിലുണ്ടായിരുന്ന 140 പേരിൽ ഏതാണ്ട് 2 പേരാണ് ഏതെങ്കിലും തരത്തിൽ ഓണ്ടർപ്രണറായി മാറിയത്. പക്ഷെ ആ കൂട്ടത്തിൽ എന്നേക്കാൾ മിടുക്കന്മാരായിരുന്നു ആ 140 പേരും. ഞാൻ അബദ്ധത്തിൽ സ്റ്റാർട്ടപ്പിലെത്തിയതാ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കമ്പനി തുടങ്ങിയതാ. പക്ഷേ ആ 140 പേരുടെയും ധൈര്യമില്ലായ്മ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ മിടുക്കന്മാരായിരുന്നു. MEC എന്നൊക്കെ ആ സമയത്ത് ഇറങ്ങിയ ഏറ്റവും മിടുക്കന്മാരായ കുട്ടികളാണ് എൻ്റെ കൂടെ ജോലിക്കുണ്ടായിരുന്നത്. അവരാരും തന്നെ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരികയോ, പക്ഷേ അവരുടെയൊക്കെ മനസ്സിൽ ഇഷ്ടം പോലെ, ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് മനോജ്, അങ്ങനെ ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് ആ ഇക്കോസിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നോ അവർക്ക് ചെയ്യാൻ കഴിയുമെന്നോ ഉള്ള ധൈര്യം ഇതുവരെ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പുതിയ കുട്ടികളാണ്. ഇപ്പം തന്നെ നോക്കിയാൽ
ഈ 7000 അല്ലെങ്കിൽ 10000 സ്റ്റാർട്ടപ്പിൽ ഒരു 8000 ഉണ്ടെങ്കിലും കോളേജുകളിൽ നിന്ന് ഇറങ്ങി അപ്പം തുടങ്ങുന്ന ആവേശത്തിൽ ചെയ്യുന്നവരാണ്. അല്ലാതെ നല്ല ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഉള്ളവരുടെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം വളരെ കുറവാണ് കേരളത്തിൽ. ഞാൻ നോക്കിയിട്ടുണ്ടത്. ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണം. ഡീപ് ടെക്കിൽ പിന്നെ ഡാറ്റയുടെ കാര്യം സൈസാറും അനൂപ് സാറും പറയുന്നുണ്ടായിരുന്നു. ഡാറ്റ ഞാൻ വളരെ സില്ലി, എൻ്റെ ഭാര്യ ഒരു സ്കൂൾ ടീച്ചറാണ്, ഇതിനെ മോശമായിട്ടൊന്നും നിങ്ങൾ എടുക്കരുത്. നമ്മൾ 10 വർഷം ഭരിച്ചു, ഓക്കെ. ഞാനും ഇതിൻ്റെയൊക്കെ ചില സ്ഥലത്തൊക്കെ ചില ഈ മീറ്റിങ്ങുകളിലും കമ്മിറ്റികളിലും ഒക്കെ ഇരിക്കുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ പ്രധാന പണി എന്താണെന്നറിയുമോ? സ്കൂളിൽ നിന്ന് വന്നാൽ ഡാറ്റ എൻട്രി. ഇപ്പോഴും അതൊരു സ്ഥലത്തല്ല, സ്കൂളിൻ്റെ ഡാറ്റ എൻട്രി നടക്കുന്നത് 10-15 ഇടങ്ങളിലാണ്. ഞാൻ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലോജിക്? അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. നമ്മളോട് അവിടെ ഡാറ്റ എൻട്രി ചെയ്യാൻ പറയുന്നു, ഞാൻ ചെയ്യുന്നു. ഇവിടെ ഡാറ്റ എൻട്രി ചെയ്യാൻ പറയുന്നു, ഞാൻ ചെയ്യുന്നു. നമ്മുടെ ഡാറ്റ, കേരളത്തിലെ കുട്ടികളുടെ ഡാറ്റ, കേരളത്തിലെ ഇത് വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സംഗതിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന ഡാറ്റ, ഗവൺമെൻറ്റിന് ധൈര്യമുണ്ട് ഈ ഡാറ്റ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല എന്നും കൃത്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുക എന്നും അറിയാവുന്ന ഡാറ്റ പോലും നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റംസിനിടയ്ക്ക് എന്ത് ചെയ്യപ്പെടുന്നില്ല, ഷെയർ ചെയ്യപ്പെടുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു 800 ഡാറ്റാബേസ് ഉണ്ടാവും കേരള സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്ററിൽ ഒരേ കാര്യത്തിൻ്റെ. വി നീഡ് ടു റീതിങ്ക് അബൌട്ട് ഇറ്റ്. ഈ ഡാറ്റ ആർക്കെങ്കിലും, നേരത്തെ പറഞ്ഞു, എപ്പോഴാണ് AI ബെറ്റർ ആവുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പം നമുക്ക് ഗവേണൻസിന് ഒരു AI സിസ്റ്റം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ 800 ഡാറ്റാബേസിൽ ഏത് ഡാറ്റാബേസിനെയാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി യൂസ്ഡ്. എല്ലാവരും അവരവരുടെ വെർട്ടിക്കൽ സൃഷ്ടിക്കുകയാണ്. ഓരോ ഗവേണൻസ് ഡിപ്പാർട്ട്മെൻറ്റും IT എന്നുള്ള രീതിയിൽ അവരവരുടെ വെർട്ടിക്കൽ സൃഷ്ടിച്ച് ഈ ഡാറ്റ ഒരു തരത്തിൽ ഉപയോഗപ്പെടാത്ത രീതിയിൽ ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ മാറ്റമൊക്കെ, ഈ ഡാറ്റ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും മികച്ച ഒരു സോവറൈൻ ഗവേണൻസ് സൃഷ്ടിക്കാൻ പറ്റിയ ഒരു ഡാറ്റ കയ്യിലുള്ള സംസ്ഥാനമാണ് കേരളം. അതിനെപ്പറ്റി നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നില്ല. ഞാനത് പറയുന്നത്, ഞാൻ തന്നെ 3-4 വെർട്ടിക്കലിലുള്ള കേരളത്തിലെ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കാണുന്ന ചില പ്രതിസന്ധികളെ പറ്റിയാണ്. എൻ്റെ ഭാര്യയുടെ കാര്യം പോകട്ടെ, പുള്ളിക്കാരത്തിൻ്റെ ജോലിയാണ് എന്ന് ഞാൻ വിചാരിക്കാം. പക്ഷേ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ അഡ്രസ് ചെയ്യേണ്ടത്? ഈ ഡാറ്റ ഈസ് വർത്ത് എന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഈ ഡാറ്റയാണ് നമ്മുടെ ഭാവിയിലേക്ക് സംസ്ഥാനത്തെ അല്ലെങ്കിൽ ലോകത്തിന് തന്നെ മാതൃ. ഉറപ്പായിട്ട് സാറ് പറഞ്ഞത് ശരിയാണ്. AI അഡോപ്ഷൻ ഏറ്റവും വേഗത്തിൽ നടക്കാവുന്ന, AI ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താവുന്ന, AI ഫ്രണ്ട്ലി ആകാവുന്ന, AI വെച്ചിട്ട് ചില അത്ഭുതങ്ങൾ കാണിക്കാവുന്ന സ്റ്റേറ്റാണ് കേരളം. ആ അത്ഭുതങ്ങൾക്ക് തയ്യാറെടുക്കണമെങ്കിൽ കുറച്ച് എന്തുണ്ട്, പ്രിപ്പറേഷൻ നടക്കേണ്ടതുണ്ട്. ആ പ്രിപ്പറേഷൻ നിർഭാഗ്യവശാൽ നമ്മൾ ചെയ്തിട്ടില്ല. ആ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച, ഏറ്റവും ഫൈൻ ട്യൂൺഡായ ഡാറ്റ. അത് സുനിൽ സാറിനോട് ഞാൻ ഇടയ്ക്ക് ചോദിച്ചിരുന്നു, മലയാളത്തിൻ്റെ, ഇപ്പോൾ അനു പറഞ്ഞില്ലേ സർവം ചെയ്ത സാധനം ചെയ്യാൻ മലയാളത്തിൻ്റെ ഡാറ്റ നമുക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ കുറച്ചുണ്ട്, സാറിൻ്റെ കയ്യിൽ കുറച്ചുണ്ട്. അപ്പം ഞാൻ ചോദിച്ച സാധനം കേരളത്തിലില്ല. ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മംഗ്ലീഷ്, മലയാളവും ഇംഗ്ലീഷും കലർത്തി പറയുമ്പോൾ മലയാളമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യണം, ഇംഗ്ലീഷായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ഡാറ്റ നമുക്ക് തൽക്കാലം ഇല്ല. അങ്ങനെ എന്ത് ചെയ്താ ഒരു ഫിൽട്ടർ ചെയ്തൊരു ഡാറ്റ നമ്മുടെ കയ്യിലില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ മലയാളവും ഇംഗ്ലീഷും കലർത്തി നമ്മൾ സംസാരിക്കും. ഞാനത് ഗുവാഹത്തി, അന്ന് ഞാനൊരു ഉദാഹരണം കൂടെ അന്ന് ഫേസ്ബുക്കിലിട്ടു. ഗുവാഹത്തി IITയുടെ ഇംഗ്ലീഷിൻ്റെ ഡാറ്റ ഞാൻ കണ്ടു. അതാണ് സർവ്വ ഉപയോഗിച്ചിട്ടുള്ളത് ട്രെയിനിങ്ങിന്, മോഡലിനെ ട്രെയിൻ ചെയ്യാൻ. ഞങ്ങളും അതെടുത്ത് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഹിന്ദിയും ഇംഗ്ലീഷും കൂടെ കലർത്തി പറയുമ്പോൾ എന്താണ്, എനിക്ക് ഹിന്ദി അത്ര വശമില്ല. ഗായ്ക്ക ദൂത് വൈറ്റ് ഹേ എന്ന് പറഞ്ഞാൽ വൈറ്റ് അവൻ ഇംഗ്ലീഷായിട്ട് എഴുതും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിചാരിക്കും അങ്ങനെയല്ലല്ലോ നമ്മൾ മലയാളത്തിൽ എഴുതുന്നതെന്ന്. അതല്ല യഥാർത്ഥത്തിൽ. ഇതിനെ സിസ്റ്റം AI മനസ്സിലാക്കുമ്പോൾ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എന്തിനാണ് AI എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്താണ് AI നമ്മളോട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനൊരു ധാരണയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്.
AI തൊഴിൽ കളയുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഈ തൊഴിലില്ലായ്മ ഞാനുൾപ്പെടെ ചിലപ്പോൾ എന്താണ് വൾണറബിൾ ആണ് എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ചിലപ്പോൾ കോഡ് എഴുതുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ശരിയാണ്. കുട്ടികൾ ചില സംഗതികളിൽ ഇപ്പോഴും ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. ചില സീരിയസ് അൽഗരിതംസ് ഉണ്ടാക്കാൻ ഇവനെ കൊണ്ട് ട്രൈ ചെയ്യിക്കാറുണ്ട്. സീരിയസ് അൽഗരിതംസ് എഴുതുമ്പോൾ ഇവൻ പൊട്ടത്തരമൊക്കെ ഇപ്പോഴും കാണിക്കും. പക്ഷേ UI UX അതാണ് എനിക്ക് ഏറ്റവും പേടി തോന്നുന്ന ഒരു കാര്യം. നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതിൽ 65% വർക്ക് ഫോഴ്സും വർക്ക് ചെയ്യുന്ന UI UXലാണ്. അത് വളരെ ബ്യൂട്ടിഫുള്ളായി ചെയ്തു തരും. പിന്നെ അനൂപ് പറഞ്ഞാൽ 2 ദിവസമൊന്നും വേണ്ട, വിത്തിൻ സെക്കൻഡ്സ് ഇറ്റ് വിൽ ഡു. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇനി എന്ത് ഇൻഫ്രാസ്ട്രക്ചറാണ്? കെട്ടിടമാണോ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. കെട്ടിടമല്ല, ഞാൻ സ്കൂളുകൾ പോലും പൂട്ടിപ്പോകുമെന്ന് പേടിക്കുന്ന ഒരാളാണ്. അപ്പം കെട്ടിടമല്ല നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചറും AI ഇൻഫ്രാസ്ട്രക്ചറും ബിൽഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്ന് തോന്നുന്നു. അതെങ്ങനെ ആര് കൈകാര്യം ചെയ്യുമെന്നൊക്കെ ഉള്ളത് ഇനിയത്തെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കൂടെ, ഗവൺമെൻറ്റിലെ ഒരു പ്രോബ്ലം കൂടി ഞാൻ കണ്ടിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം. ക്ലാസിക്കൽ ഗവേണൻസ് പ്രോബ്ലം എന്ന് പറയുന്നത് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ 2023 കിഫ്ബിയിൽ ഈ പ്രോജക്റ്റ് വരുന്നു. 25 അവസാനം അവർ ഇനാഗുറേറ്റ് ചെയ്യുന്നു. 23 പ്രപ്പോസ് ചെയ്ത GPU ആണ് അതിനകത്ത് കിടക്കുന്നത്. സംശയിക്കേണ്ട. അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഇതൊരു ക്ലാസിക്കൽ ഗവേണൻസ് ഇഷ്യൂ ആണ്. അതും അഡ്രസ്സ് ചെയ്യാൻ ഈ നമ്മുടെ ക്ലാസിക്കൽ ബ്യൂറോക്രാറ്റിക് മോഡിൽ നിന്നുകൊണ്ട് IT-യെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. താങ്ക് യു. ശ്രീ അലക്സ്. ഇതുവരെ എല്ലാവരും IT കുറിച്ച് പറഞ്ഞു. ഞാൻ IT ആയിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ ബന്ധമുണ്ട്. പക്ഷേ പ്രൈമറിലി ഈ IT-യിൽ ഇന്ന് പറയുന്ന AI എന്നുള്ളൊരു ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഒരു AI-യുടെ ബേസിക് ഐഡിയ ഒരു 1930s സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു ബയോളജിസ്റ്റാണ് അത് ആക്ച്വലി ആദ്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഐഡിയ ആയിട്ട് കൊണ്ടുവന്നത്. വേറൊരു കുറേ ലീഫുകളും പ്ലാന്റുകളുടെയും സ്റ്റഡി എന്നുള്ള രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്തിട്ട് തുടങ്ങിയതാണ്. അതേ സമയത്ത് തന്നെ വേറൊരു സാധനം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ട്രാൻസിസ്റ്റേഴ്സ്. 1920s 30s അറൗണ്ട് ദാറ്റ് ടൈം. ഇനി ഈ രണ്ട് സാധനവും ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു 50s 60s ഒക്കെ ആയപ്പം ട്രാൻസിസ്റ്റേഴ്സ് വെച്ച് കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു തോട്ട് വന്നു. അത് പെർഹാപ്സ് കമ്പനീസ് ഇൻറ്റൽ ആണത് ചാമ്പ്യൻ ചെയ്തത്. ആ പ്രോസസ്സർ വന്നു. പ്രോസസ്സർ വന്നതിന് ശേഷമാണ് ആദ്യത്തെ ഒരു സോഫ്റ്റ്വെയറിൽ ഒരു ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പല സാധനങ്ങൾ വരാൻ തുടങ്ങിയത്. ഇത് കണ്ടിന്യൂ ചെയ്തു പോയി. ന്യൂറൽ നെറ്റ്വർക്ക്സ് ആ സമയത്ത് ഉണ്ടായിരുന്നു, മെഷീൻ ലേണിംഗ് ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതിരുന്ന കാര്യങ്ങളല്ലായിരുന്നു. ഒരു 2000-2005 ആയതിനു ശേഷമാണ് പല ടൈപ്പ് AI ആപ്ലിക്കേഷൻസ് നമ്മൾ അറിയപ്പെടാൻ തുടങ്ങിയത്. അറ്റ്ലീസ്റ്റ് ഒരു ലാർജ് സ്കെയിൽ യൂസ് ആയിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത് 2005 തൊട്ട് 2015. ഈ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ടെക്നോളജി കംപ്ലീറ്റ്ലി മാറി. നമ്മളൊരു ടിപ്പിക്കലി ഒരു 180 നാനോമീറ്റർ അല്ലെങ്കിൽ 130 നാനോമീറ്ററിൽ ഉണ്ടായിരുന്ന ട്രാൻസിസ്റ്റേഴ്സ് അത് 65 നാനോമീറ്ററായി കുറഞ്ഞു. അത് പിന്നെ 14 നാനോമീറ്ററായിട്ട് കുറഞ്ഞു. ഇന്ന് 2 നാനോമീറ്ററാണ്. അപ്പം ഇത് എന്താണ് ഇതിൽ ചേഞ്ച് വരുത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മെമ്മറി, നമുക്ക് വേണ്ട കമ്പ്യൂട്ടേഷൻ, പണ്ട് ഒരു കിലോ ബൈറ്റ്സ് അല്ലെങ്കിൽ മെഗാ ബൈറ്റ്സ് ഉണ്ടായിരുന്ന അതേ ഏരിയയിൽ ഇന്ന് നമുക്ക് ടെറാബൈറ്റ്സ് ഉണ്ടാവും. ഇന്ന് ഏതെങ്കിലും ഒരു ചിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഒരു 2 നാനോമീറ്ററിൽ ഉണ്ടാക്കുന്ന ഒരു ചിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സിറ്റിയാണെന്ന്. ബില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്, ബില്യൺസ്. ആൻഡ് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഓട്ടോമേഷൻ AI 90s മുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്.
പുതിയതായിട്ടുള്ളൊരു സംഭവമേ അല്ല. ഏത് സോഫ്റ്റ്വെയർ ഇപ്പം EDA സോഫ്റ്റ്വെയർസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചിപ്പ് ഉണ്ടാക്കുന്ന ഒരുവിധം എല്ലാം ഇൻഡസ്ട്രീസ് നോക്കിക്കഴിഞ്ഞാലും AML ഫ്രം ദ വെരി സ്റ്റാർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ആ ഒരു ഇൻഡസ്ട്രിയിൽ ജോബ് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോബ് പോകുന്നേ ഇല്ല. ഇൻട്രസ്റ്റിംഗ്ലി ജോബുകൾ കൂടുന്നേ ഉള്ളൂ. ആൻഡ് അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ 2005 തൊട്ടിട്ട് ഇന്ന് ചിപ്പിൻ്റെ കോംപ്ലക്സിറ്റി നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മാറി. പണ്ട് നമുക്കിങ്ങനെ ചിന്തിക്കാം, പണ്ടൊരു ചെറിയ വീടുണ്ടാക്കുന്ന പ്രോബ്ലം ആയിരുന്നു. ആ പ്രോബ്ലം മാറിയൊരു ചെറിയ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കുന്ന പ്രോബ്ലമായി, അതൊരു സിറ്റി ഉണ്ടാക്കുന്ന പ്രോബ്ലമായി, സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന പ്രോബ്ലമായി, കോംപ്ലക്സിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോംപ്ലക്സിറ്റി കൂടുന്ന അനുസരിച്ച് ഒരു മനുഷ്യന് നോർമലി ചെയ്യാൻ പറ്റാത്ത ടാസ്കുകളാണ് ഇന്ന് ആ ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇന്നൊരു ഫുള്ളി ഫ്ലെജ്ഡ് ഒരു ചിപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരു ലക്ഷങ്ങൾ ആൾക്കാരുണ്ടായാലും പറ്റില്ല. പക്ഷെ അതേ ഒരു സാധനമാണ് ഒരു 100 മെമ്പേഴ്സ് ഉള്ള ഒരു ടീം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് എന്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AI-യും ML-ഉം ഇങ്ങനത്തെ എല്ലാ ഓട്ടോമേഷനും യൂസ് ചെയ്യാൻ കൊണ്ടത് മാത്രമാണ്. ഈ ചിപ്പ് വെച്ചിട്ടാണ് പിന്നെ AI ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിതിൽ AI-യിൽ നമുക്ക് ലീഡ് ചെയ്യണം എന്ന് പറയാൻ നേരത്ത് അതിൽ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടത് എന്ത് സാധനങ്ങളിലാണ് നമുക്ക് കപ്പാസിറ്റി വേണ്ടതെന്നാണ്, എന്തിലാണ് നമ്മൾ ലീഡ് ചെയ്യേണ്ടത്. പ്രൊഫസർ സജി പറഞ്ഞ പോലെ പണ്ട് അയണോർ എടുത്തു, വേറെ ആൾക്കാർ അയണാക്കി തിരിച്ചു സെല് ചെയ്തു. അത് തന്നെയല്ലേ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അതിനുള്ള കോർ ക്രിട്ടിക്കൽ ടെക്നോളജീസ് എന്താണെന്ന് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അതൊരു ആൽഗോറിതം ആണോ എന്ന് ചോദിച്ചാൽ ആൽഗോറിതം അല്ല. ആൽഗോറിതം വേണമെങ്കിൽ ഇന്ന് എഴുതാം, ഒരു AI കൊണ്ട് എഴുതാം, ഓൾട്ടർനേറ്റീവ്സ് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാം. പണ്ടും ടൂളുകൾ ഉണ്ടായിരുന്നു, ഇന്ന് മാത്രമല്ല. അതിന് AI എന്ന് വിളിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു കാൽടെക്കിൽ, ആർട്ടിഫിഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞിട്ട് 1997 സ്റ്റാർട്ട് ചെയ്ത്. ലുക്ക് അവിടെ എങ്ങനെ ഒരു ബയോളജിക്കൽ ഡിജിറ്റൽ സിസ്റ്റത്തിനെ എങ്ങനെ ഡിജിറ്റൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. ഒത്തിരി എക്സ്പെരിമെൻറ്റ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ ഗേറ്റുകൾ ഉണ്ടാക്കുന്നു, ആൽഗോറിതം തന്നെ എഴുതുന്നു. ഇതൊന്നും പുതിയതായിട്ടുള്ളൊരു ഇഷ്യൂസോ അല്ലെങ്കിൽ കൺസേൺസോ അല്ല. എവിടെയാണ് ഞാൻ ഈ എന്താ പറയുന്നത് വെസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെയുള്ള എല്ലാം കണ്ടിട്ടുണ്ട്, അവിടെ നിന്നുള്ള എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെയും വന്നിട്ട് ഇവിടുത്തെ സിറ്റുവേഷനും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ബ്ലൈൻഡ്ലി ക്രിറ്റിസൈസ് ചെയ്യുന്നതും ശരിയല്ല. വെസ്റ്റിൽ ആക്ച്വലി കുറേ നല്ല കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് പറഞ്ഞത്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഫിസിസിസ്റ്റാണ്. പുള്ളി ബംഗാളിൽ നിന്നാണ്, വർക്ക് ചെയ്യുന്ന US ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പം ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മിക്ക സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും ബംഗാളികൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ കാര്യമായിട്ടൊരു ഡിസ്കസ് ചെയ്തു എന്തുകൊണ്ട് ബംഗാളികൾ മാത്രം ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡിവൈസസിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നു. അപ്പോൾ ഒരു തിയറി ഇതാണ്, പ്രോബബ്ലി എഡ്യൂക്കേഷൻ, ഫിലോസഫി, പോയട്രി തൊട്ടുള്ള ഇങ്ങനത്തെ എല്ലാ സാധനത്തിനെയും വാസ് കൺസിഡർഡ് കൾച്ചറലി ഹൈ റിഗാർഡഡ്. അതിനൊരു ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വീടുകളിലാണെങ്കിലും ഒരു പോയം വായിക്കുന്നതോ ഡിസ്കസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കഥ എഴുതുന്നതോ അതിനൊക്കെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ബംഗാൾ. അതേ സമയത്ത് ഞാനൊരു IC ഡിസൈൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി പോയപ്പോൾ ആ ക്ലാസ്സിൽ ചെന്ന് ചോദിച്ചു വാട്ട് ഈസ് IC. ഇപ്പോൾ മിക്ക ആൾക്കാരും പറഞ്ഞു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല, ഇന്ത്യൻസ് ആൻഡ് ചൈനീസ് ആണ്. ആ ക്ലാസ്സിൽ ഇന്ത്യൻസ് ആൻഡ് ചൈനീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. US ഒരു യൂണിവേഴ്സിറ്റി, US ഒരാൾ പോലും ഇല്ല, ഇന്ത്യൻസ് ആൻഡ് ചൈനീസ്. ആ ഇന്ത്യക്കാരിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇലക്ട്രോണിക് സൈഡിൽ ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ 50% മുകളിലും മലയാളികൾ. അപ്പോൾ അതും ഒരു ക്വസ്റ്റ്യനായി വന്നു, അതെന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ എൻ്റെ ഒരു തിയറി ഇതാണ്, മലയാളിയുടെ ഒരു ബേസിക് നേച്ചർ എന്താണെന്ന് വെച്ചാൽ എല്ലാം ക്രിട്ടിസൈസ് ചെയ്യുക.
എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുക. ഒരു ഡിസൈനറിന് വേണ്ട ഏറ്റവും വലിയ സ്കിൽ അതാണ്. ഒരു സാധനം എടുത്ത് അതിനെ എല്ലാ സൈഡിൽ നിന്നും ക്രിട്ടിസൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക, അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പോൾ കൾച്ചറൽ റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് വാട്ട് യു ക്യാൻ സീ. നമ്മുടെ തിങ്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ തിങ്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ പ്രൊഫഷൻസ് ഉണ്ട് വേർ വി ക്യാൻ എക്സൽ. ഇപ്പം ഡിസൈൻ എന്നുള്ളത് ഇറ്റ്സ് ആക്ച്വലി ഐ ഫീൽ ഡീപ്പ് റൂട്ടഡ്. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് സൊസൈറ്റിക്ക് ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ, ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ളൊരു ഏരിയ ആണ് ഡിസൈൻ. ആൻഡ് ആ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ വി ആർ നോട്ട് ഡൂയിങ് ഇനഫ്. നമ്മൾ ലീഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാർ ഡിസൈൻ ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആരും കേരളത്തിലില്ല, വളരെ കുറച്ച് ആൾക്കാരെ കേരളത്തിലുള്ളൂ. ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇന്റൽ പോലെ ഒരു കമ്പനി ചെന്നു, AMD പോലെ എല്ലാം കമ്പനി ചെന്ന് കഴിഞ്ഞാൽ യുൽ സി ഇഷ്ടം പോലെ ഡിസൈനേഴ്സ് ഫ്രം കേരള. ഇതിന് വേണ്ടത് ആകെ ബിൽഡിംഗ് വേണം, ഓഫീസസ് വേണം, ഇൻസെൻറ്റിവൈസേഷൻ വേണം. ആൻഡ് ആർ വി ഡൂയിങ് ഇറ്റ്? ആ IPs ജനറേറ്റ് ചെയ്യാൻ ഒരു ഇത് ഇലക്ട്രോണിക്സിൻ്റെ കാര്യം മാത്രമല്ല, വേറൊരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ഇൻഡസ്ട്രി. ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ചാലഞ്ച് IP ആണ്. എല്ലാം ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇതർ ഓൺ ബൈ US, ജപ്പാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. എത്ര ക്യാരക്ടേഴ്സ് ആർ ആക്ച്വലി ഓൺഡ് ഇൻ ഇന്ത്യ? എത്ര ക്യാരക്ടേഴ്സ് ആർ ആക്ച്വലി ഓൺഡ് ബൈ കേരള കമ്പനീസ്? ആൻഡ് ഇതിന് ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വേണ്ട സാധനമല്ല. ദിസ് ബേസിക്കലി ക്രിട്ടിക്കലി ലൈക്ക് നമ്മുടെ സ്കില്ല് യൂസ് ചെയ്യേണ്ട ഒരു ഇതാണ്. ഫണ്ടമെന്റൽ ടെക്നോളജീസ് നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് അയൺ ഓർ, കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള പല മിനറൽസിൻ്റെ കൂട്ടത്തിലാണ് സിലിക്ക. ഉള്ള സിലിക്കൺ ചിപ്സ് മൊത്തം ഉണ്ടാക്കുന്നത് സിലിക്ക വെച്ചിട്ടാണ്. ടൈറ്റാനിയം, ഇതൊന്നും പ്രോസസ്സ് ചെയ്യുന്നില്ല അൺഫോർച്ചുനേറ്റ്ലി. നമ്മൾ പോളിസീസ് ഉണ്ടാക്കാൻ നേരത്തെ ആർ വി ഡൂയിങ് സംതിങ് ഓൺ ഇറ്റ്? ഈ നെക്സ്റ്റ് 10 years ഇപ്പം AI ലീഡർഷിപ്പ് വേണമെങ്കിൽ ആ കോർ ടെക്നോളജീസിൽ നമുക്ക് സ്ട്രെങ്ത് വേണം, ചിപ്സ് ഉണ്ടാക്കാനുള്ള സ്ട്രെങ്ത് വേണം, ഡിസൈനിൽ സ്ട്രെങ്ത് വേണം, ഇത് പ്രൊഡക്ട്സ് ആക്കി മാറ്റാനുള്ള സ്ട്രെങ്ത് വേണം. അവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു 2 ലക്ഷത്തിനോ അല്ലെങ്കിൽ 7 ലക്ഷത്തിനോ വേണ്ടി ഒരു വലിയൊരു പ്രോസസ്സ് കൂടെ പോകുന്നത് അതിൻ്റെ ഒരു 4-1 എഫേർട്ട് മതി. സിലിക്കൺ വാലി ചെന്ന് കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ കിട്ടും. സോ നമ്മൾ ആ ചിന്ത കുറച്ച് ചേഞ്ച് ചെയ്യേണ്ട സമയമായി. അടുത്ത 10 വർഷത്തേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ ഒന്ന് വേറെ രീതിയിൽ കാണണം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഗവൺമെൻറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യണോ കമ്പനീസിൽ? ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ചൈനയുടെ എക്സാമ്പിളാണ്. BYD എന്ന് പറഞ്ഞൊരു കമ്പനി എല്ലാവരും കേട്ടിട്ടുണ്ടാവും, വെരി ഫേമസ് കാർ കമ്പനി. BYD ഒരു കാർ കമ്പനി അല്ലായിരുന്നു, BYD ഒരു ബാറ്ററി കമ്പനിയായിരുന്നു. BYD ക്രിയേറ്റ് ചെയ്യുന്ന അവർക്കൊരു യുണീക്ക് ബാറ്ററി ടെക്നോളജി ഉണ്ടായിരുന്നു. അത് യുണീക്ക് ടു BYD, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ടെക്നോളജി. ഇവർ ഗവൺമെൻറ് അടുത്ത് അപ്രോച്ച് ചെയ്തപ്പം ഗവൺമെൻറ് പറയും വി വിൽ ഇൻവെസ്റ്റ്, ബട്ട് യു ബിക്കം ദ ബെസ്റ്റ് ബാറ്ററി കമ്പനി. L1 ടെൻഡർ ഇല്ല, L2 ടെൻഡർ ഇല്ല, ഒന്നുമില്ല. ഗവൺമെൻറ് ഡയറക്ട്ലി ഇൻവെസ്റ്റ്. അത് ദേ ഗ്രൂ. അപ്പോൾ ഒരു ആംബിഷൻസ് അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ EVs വന്നു. EVസിൽ ക്യാൻ യു ബീറ്റ് ടെസ്ല? ഇന്ന് ഒരു BYD പോലൊരു കമ്പനിയിൽ 130,000 R&D എഞ്ചിനീയേഴ്സ് ഉണ്ട്. 130,000 R&D എഞ്ചിനീയേഴ്സ്. ഇത് ഫുള്ള് ബാക്ക് ചെയ്തേക്കുന്നത് ഗവൺമെൻറ്. ആൻഡ് ദാറ്റ് ഈസ്, അതുകൂടെയാണ് അവർ ആക്ച്വലി മാർക്കറ്റ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. ഇന്ന് അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ടെസ്ലനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദേ ആർ നോട്ട് ഡിപ്പെൻഡിങ് ഓൺ US. നമ്മൾ ഇന്നും ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനങ്ങൾ പറഞ്ഞുതരാം. AI ഒക്കെ നമ്മൾ പറയുന്നു നാളെ ചിപ്പ് നിർത്തി, US നാളെ ചിപ്പ് തരുന്നില്ല എന്ന് പറഞ്ഞാൽ, AI ചിപ്പ് തരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് അടച്ചു മിക്ക കമ്പനീസിൻ്റെയും.
ബോർഡുകൾ ആസ് സിമ്പിൾ ആസ് ഇത് വെച്ചിട്ട് ബോർഡുകൾ ഉണ്ടാക്കണം, കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കണം. ഈ കമ്പ്യൂട്ടേഴ്സിലോട്ട് വരുന്ന കുറേ കോമ്പോണൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് റെയറെറ്റ്സ് ഉണ്ട്. റെയറെറ്റ്സ് ഇപ്പോഴും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. സോ നെക്സ്റ്റ് 10 years IT-നെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സോഫ്റ്റ് സൈഡ് മാത്രം സംസാരിച്ചാൽ പോരാ. ഐ തിങ്ക് വി ഷുഡ് റിയലി ടോക്ക് അബൌട്ട് സയൻസ്, ഹാർഡ് സയൻസ്, ഇൻക്ലൂഡിങ് ഇതൊരു കെമിസ്ട്രി റൂമാണ്. സോ കെമിസ്ട്രി, ഐ തിങ്ക് ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ ഒറിജിനൽ ഉള്ളൊരു സ്ഥലമാണ് കേരളം. മെഷീൻ ലേണിംഗ് സംസാരിച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ഷുഡ് ബി ടോക്ഡ്. IT സംസാരിച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രി, ഫിസിക്സ് സംസാരിക്കണം ഇവിടെ. ടെക്നോളജി ഷുഡ് കം ഫ്രം ദർ. അതിൽ നമ്മൾ ഇംഫസിസ് കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത 10 വർഷത്തിൽ ബ്രിട്ടീഷുകാർ പണ്ട് സേയിങ് ലൈക്ക് സ്ലേവ് എക്കണോമി, റൈറ്റ്? അത് തന്നെയായിരുന്നു അവർ ഉദ്ദേശിച്ചത്. വെൻ അവർ ഇംഗ്ലീഷ് ഇന്ത്യക്കാരെ പഠിപ്പിച്ചപ്പം ഇന്ത്യക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല പഠിപ്പിച്ചത്. അവരൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം നമുക്ക് തരാൻ നേരത്ത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ ടെക്നോളജീസിൽ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടായാൽ മാത്രമേ ലൈക്ക് വി ക്യാൻ ലീഡ്. ആൻഡ് ചൈന ഈസ് എ വെരി വെരി ഗുഡ് എക്സാമ്പിൾ. വാട്ട് എവർ ഇറ്റ് ഈസ്, ചൈനയെ കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ചൈന ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഹൗ ടു ചില ഏരിയയിൽ ടു എക്സൽ. ആൻഡ് ദാറ്റ് വുഡ് ബി മൈ സബ്മിഷൻ. ഇനി നമ്മൾ ഒരു പൊതു ചർച്ചയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിൽ 2 രീതിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഒന്നാമത് അഭിപ്രായങ്ങളുള്ള ആളുകൾ എഴുതി അവരുടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ റിപ്പോർട്ടിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ്. നേരിട്ട് അഭിപ്രായം പറയേണ്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മൈക്ക് പാസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ മേഖലയിൽ ഒട്ടും എക്സ്പെർട്ടല്ല, പക്ഷേ AI റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം സാറിവിടെ അവസാനിപ്പിച്ചത് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ദ ചിപ്പ് വാർ എന്ന് പറയുന്നൊരു പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. ക്രിസ് മില്ലർ എന്നാണ് എഴുതിയ ആളുടെ പേര്. ദ ഫൈറ്റ് ഫോർ ദ വേൾഡ്സ് മോസ്റ്റ് ക്രിട്ടിക്കൽ ടെക്നോളജി, അതാണ് പുസ്തകം. അതിൻ്റെ ആദ്യം മുതൽക്കുള്ള സയൻസ് തൊട്ട് അതിൻ്റെ ഫിസിക്സ് തൊട്ട് അത് ഇന്ന് എവിടെയാണ് ഇത് നിൽക്കുന്നതെന്നും എത്രമാത്രം ഈ മേഖലയിൽ സാധ്യതകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു പുസ്തകമാണെന്നാണ് എനിക്ക് തോന്നിയുള്ളത്. ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, സജി ജോസഫ് സാർ ഗോപിനാഥ് എനിക്ക് നല്ലോണം അറിയാമെന്നാണ് ഞാൻ പേര് മാറ്റി. നമ്മൾ AI ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടിയാണ്. അപ്പോൾ AI എന്നുള്ളത് നമ്മുടെ സോവറിറ്റിയുടെ മുകളിൽ വലിയ തോതിൽ ഇടപെടുന്ന സാധനമാണ്. അപ്പോൾ AI ആയിട്ടുള്ള ഡിസ്കഷൻ അകത്ത് എങ്ങനെയാണ് ഇതിനെ ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ള രൂപത്തിലുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചൈന ചെയ്യുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡാറ്റ പുറത്ത് പോകാതിരിക്കാവുന്ന രൂപത്തിലുള്ള ടെക്നോളജി വളരെ ഗംഭീരമായിട്ട് ഡെവലപ്പ് ചെയ്തു. ഇതിൻ്റെ ഗുരുതരാവസ്ഥ അറിയണമെങ്കിൽ 2 പുസ്തകങ്ങൾ വായിക്കണമെന്നാണ്. ഒന്ന് സാർ അവിടെ സൂചിപ്പിച്ചു, ഒന്ന് യാനിസ് വറോഫാക്കിസിൻ്റെ ബുക്കാണ് താങ്കൾ പറഞ്ഞത്, ഗ്രീസിലെ മുൻ ധനമന്ത്രിയായിട്ടുള്ള അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്നോ ഫ്യൂഡലിസം വളരെ പ്രധാനപ്പെട്ട ബുക്കാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. മറ്റൊന്ന് അതിലേറെ ഗംഭീരമായി എഴുതപ്പെട്ടൊരു ബുക്കാണ്. അത് നന്നായിട്ട് പഠിച്ച് ഏതാണ്ട് 6 കൊല്ലത്തോളം പഠിച്ച് എഴുതിയിട്ടുള്ളൊരു ബുക്കാണ് ഷൊസാന സുബോഫിൻ്റെ സർവിലൻസ് ക്യാപിറ്റലിസം. അത് ഗംഭീര പുസ്തകമാണ്. അത് കൃത്യമായിട്ട് വായിച്ചിരിക്കണം. എങ്ങനെയാണ് അവർ ഡാറ്റ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഡാറ്റ നമ്മിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതും ഡാറ്റ AI വെച്ച് പ്രോസസ്സ് ചെയ്യുന്നതും ആ ഡാറ്റ മറിച്ച് വിറ്റിട്ട് എങ്ങനെയാണ് വലിയ തോതിൽ ക്യാപിറ്റൽ ഉണ്ടാക്കുന്നതെന്ന് എഴുതപ്പെടുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്ന സാധനം, ഡാറ്റ നമ്മുടെ കയ്യിലുള്ള വലിയ സാധനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ ഡാറ്റ മുഴുവൻ പോകുന്നത് വേറെ സ്ഥലത്താണ്. ഇപ്പോൾ നിങ്ങളെന്താ അവിടുത്തെ തമാശ പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇവിടെ പറയുന്നത് മുഴുവൻ ഇതിൻ്റെ അകത്ത് വന്നതായിരിക്കും അല്ലേ? എനിക്കങ്ങനെ തോന്നിയത്. അങ്ങനെയുണ്ട്. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സാധനം ഇപ്പോൾ ഫോൺ തുറന്നാൽ കിട്ടും. കാരണം ഡാറ്റ അത്ര ക്ലിയറായിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്യും. അതിന് AI ഉപയോഗിച്ച് പെട്ടെന്ന് അത് പ്രത്യേകിച്ച് എവിടെയാണ് വരുന്നത്? ഈ കൺസ്യൂമറൈസ് ഗുഡ്സിൻ്റെ കാര്യത്തിലാണ്. അതേസമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനേക പഠനങ്ങളുടെ മേഖലകൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. അതാണ് ഒന്ന്. പിന്നെ മറ്റൊന്ന് AI ഹൈപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്.
ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. AI ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഹൈപ്പ് ഉള്ള പുസ്തകങ്ങൾ വരുന്നുണ്ട്. അതിനെതിരായിട്ട് എഴുതപ്പെട്ട 2 പുസ്തകമാണ് AI Con, ഹൗ ടു ഫൈറ്റ് ബിഗ് ടെക്സ് ഹൈപ്പ് ആൻഡ് ക്രിയേറ്റ് ദി ഫ്യൂച്ചർ വി വാണ്ട്. എമിലിയം ബിൻറ്റർ എന്ന് പറയാം. എമിലിയം ബിൻറ്റർ എന്ന് വളരെ ഫേമസ് ആയിട്ട് ഈ രംഗത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. വേറൊന്ന് AI സ്നേക്ക് ഹോൾ എന്ന് പറഞ്ഞൊരു ഇന്ത്യക്കാരനാണ് എഴുതി അരവിന്ദ് നാരായൺ, അറിയുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ 2 പുസ്തകവും നമ്മൾ വായിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ഇത് 2 പറയാനേ എനിക്ക് അറിയുള്ളൂ. ഈ മേഖലയിൽ വലിയ വിവരമൊന്നുമില്ല കേട്ടോ. സാർ ബാക്കിലേക്ക്. പെട്ടെന്ന് എടുക്കാം. അല്ല, ഞാനൊരു പ്രതിധ്വനി എന്ന് പറയുന്ന എംപ്ലോയി ഓർഗനൈസേഷനെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പോൾ എൻ്റെ പേര് രാജീവ് കൃഷ്ണൻ. അപ്പോൾ ഞാനൊരു എംപ്ലോയി പെർസ്പെക്റ്റീവ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ 1.5 ലക്ഷം പേര് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ചിലർ പറയുന്നു 2026 ഈസ് വെരി ക്രൂഷ്യൽ, 80% ആൾക്കാർക്ക് വരെ ജോലി പോകാം. ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്നാലും എത്ര പേർക്ക് ജോലി പോകും എന്നുള്ളതിനെ പറ്റി ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ 15 വർഷം 20 വർഷം ജോലി ഒരു ആയിട്ടുള്ളവർ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കുന്നത് ഇനി എത്ര കൊല്ലം നമുക്ക് തുടരാൻ കഴിയും, ഒരു 2 കൊല്ലം പറ്റുമോ അല്ല 3 കൊല്ലം പറ്റുമോ, അങ്ങനെയുള്ള. അപ്പോൾ അതൊരു ക്രൈസിസാണ്. ഇപ്പോൾ ഒരു 80% അല്ലെങ്കിലും ഒരു 40% 30% ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടാലും അതൊരു പ്രോബ്ലം തന്നെയാണ്. കാര്യം IT മേഖലയായിരുന്നാലും എല്ലാവരും ഒരു 30 lakhsോ 40 lakhsോ ഇയർലി വാങ്ങുന്ന പേ ഉള്ളവരല്ല, സാലറി ഉള്ളവരല്ല. 5 lakhs to അത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. പല ഇതിലുള്ളവരുണ്ട്. അപ്പോൾ അതൊരു പ്രോബ്ലമായിട്ട് നിൽക്കും. AI വരുമ്പോഴും അതൊരു പ്രോബ്ലമായിട്ട് വരും. എന്താണ് AIയുടെ ഒരു ഡെവലപ്മെൻ്റ് എന്നനുസരിച്ച് ഇപ്പോൾ ഈ സൂചിപ്പിച്ചത് നമ്മൾ 5 ഇയറിൽ കാണാൻ പറ്റുന്ന ഡെവലപ്മെൻറ്റ് ഇപ്പോൾ 5 monthsൽ വരുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ ടെസ്റ്റിങ്ങിൻ്റെ കാര്യവും അത് തന്നെ. ഓട്ടോമേഷനൊക്കെ വളരെ ഈസിയായി. ഇപ്പോൾ ടെസ്റ്റ് കേസ് ജനറേറ്റ് ചെയ്യുന്നത് പോട്ടെ, ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ ഏജൻറ്റിനെ വെച്ച് എക്സിക്യൂട്ട് ചെയ്യാം. അതാണ് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാനും ആൾ വേണ്ട എന്നുള്ള ഇതാണ്. അപ്പോൾ അത്രത്തോളം കാര്യം അത് ഇപ്പോൾ നിലവിൽ എല്ലാ പ്രോജക്ട്സിലും എല്ലാ അക്കൗണ്ട്സിലും ഇല്ല എന്നുള്ളതാണ് ആശ്വാസം. പക്ഷേ അതിനി എങ്ങനെയാണ് വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ പിന്നെ പലരും പറയുന്നത് കുറേ അധികം സിസ്റ്റംസ് മാറ്റാതെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലായാലും US-ലായാലും UK-ലായാലും. അതായത് അത് മാറ്റാനൊരു ഒരുപാട് നാളത്തെ ഒരു ഡെവലപ്മെൻറ്റ് ആവശ്യം വരും എന്നുള്ളത് കൊണ്ടും, അല്ലെങ്കിൽ ഇപ്പോഴുള്ള സിസ്റ്റം പൊളിഞ്ഞു പോകുമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ മാറ്റാതെ നിൽക്കുന്ന സിസ്റ്റംസ് ഇനിയിപ്പോൾ AIയുടെ സമയത്ത് പെട്ടെന്ന് ക്വിക്കായിട്ട് മൂവ് ചെയ്യാം എന്നുള്ള വിചാരിച്ച് കൂടുതൽ വർക്ക് വരുമോ, അങ്ങനെയുള്ളൊരു ചാൻസും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എംപ്ലോയിയുടെ ഒരു പ്രശ്നവും അത് അങ്ങനെ അവശേഷിക്കുന്നു എന്നാണ് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ AIയോട് സംസാരിക്കുന്നതൊക്കെ വളരെ കോമൺ മാൻ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കാർപ്പൻറ്റർ ജോലിക്ക് പോകുന്ന ആൾ AIയോട് സംസാരിക്കുന്നതിന് ഫാൻസി ഇപ്പോൾ ജെമിനിയായിട്ട് സ്ഥിരമായിട്ട് സംസാരിക്കുന്നതുണ്ട്. അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു ടൂർണമെൻറ്റും ഒക്കെ നടത്തുന്ന ആളാണ് ഞങ്ങൾ ടെക്നോ പാർക്കിനകത്ത്. ഞങ്ങൾക്കൊരു റിസൾട്ട്, അതായത് ഒരു സിംഗിൾസ്, ഡബിൾസ്, വിമൻസ്, മെൻസ്, മിക്സഡ് ഡബിൾസ് എന്നൊക്കെ പറഞ്ഞ് ഒരു 25 പേരുടെ പേരടങ്ങിയ സാധനം നമ്മൾ ChatGPT ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഒറ്റ സ്റ്റെപ്പ്, അതായത് വിത്തൗട്ട് എനി ചേഞ്ച്. ഒരു പക്ഷേ ഒരു 2 മാസം മുമ്പ് നമ്മൾ 2-3 തവണ പ്രോംപ്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ അത് ക്ലിയർ ആയിട്ട് അലൈൻ ചെയ്ത്, വേണമെങ്കിൽ ഒരു ലോഗോയും കൂടെ, നമ്മുടെ ലോഗോയും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ ആ ലോഗോ കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ജോയ്സ് സെബാസ്റ്റ്യൻ സൂചിപ്പിച്ചതുപോലെ ഒരു എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ആർക്കും എല്ലാവരും അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് ഒരു നല്ല കാലം വരട്ടെ. ബാക്കിൽ പലരും ഉണ്ട്. എല്ലാവർക്കും അവസരം തരുന്നതായിരിക്കും. നമുക്ക് സമയം 20 മിനിറ്റ് കൂടെ ഉണ്ട്. തീർച്ചയായും 3 മിനിറ്റ് കൊണ്ട് കഴിവതും നമ്മുടെ വിഷയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം. നമസ്കാരം, എൻ്റെ പേര് മിഫ്താഹ് എന്നാണ്. ഞാനിവിടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്കിൽ നിന്ന് നമ്മുടെ കേരളത്തിൻ്റെ IT വളർച്ച ഏറ്റവും കൂടുതൽ സംഭവിച്ചത് കഴിഞ്ഞ 10 വർഷക്കാലാണ്. അതൊക്കെ നമ്മുടെ കൈപ്പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചർച്ചകളിൽ IT എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ IT-യിൽ നമ്മൾ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ IT മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ, അവരെപ്പറ്റി സംസാരിക്കാണ്ട് നമുക്ക് IT-യുടെ ചർച്ച പൂർണ്ണമാക്കാൻ സാധിക്കും തോന്നുന്നില്ല. കാരണം IT മേഖലയിൽ ഇന്ന് ഇത്രയും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇതിൻ്റെ ഏറ്റവും കാതലായിട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ IT തൊഴിലാളികളാണ്. അവരിന്ന് അനുഭവിക്കുന്ന ഈ ബേൺഔട്ടുകൾ, ജോലിയുടെ സ്ഥിരതയില്ലായ്മ, ഓരോ ദിവസം വരുമ്പോഴും ഇനി അടുത്തൊരു മാസം സാലറി വാങ്ങിക്കാൻ എനിക്കിവിടെ വരാൻ പറ്റുമോ എന്നുള്ള ചിന്തയിൽ വരുന്ന എത്രയോ എംപ്ലോയീസ് ഈ ടെക്നോ പാർക്കിനകത്തുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് ഒരു സർക്കാർ ലെവലിൽ നിന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്.
പിന്നെ രണ്ടാമത്തെ കാര്യം ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ നോട്ടീസ് പീരീഡ് അത്തരം കാര്യങ്ങളെല്ലാം ഓരോ കമ്പനി തീരുമാനിക്കുന്ന പോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ പുറം രാജ്യങ്ങളിൽ, ഞാൻ നേരത്തെ US ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അവിടെയൊക്കെ നോട്ടീസ് പീരീഡ് 2 weeks ആണ്. എന്നാൽ അവർക്ക് സർവീസ് കൊടുക്കുന്ന ഇന്ത്യയിൽ 90 days ആണ് നോട്ടീസ് പീരീഡ്. ചില കമ്പനീസ് 60 days ആണ്. ഇതൊക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്യേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഈ IT എംപ്ലോയീസിൻ്റെ കാര്യങ്ങളിനകത്ത് കൂടെ നമ്മൾ IT മുന്നോട്ട് നയിക്കുന്നതിൽ ഇതിനും കൂടെ പ്രാധാന്യം നൽകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. ഹലോ, എൻ്റെ പേര് ഹരി എന്നാണ്. ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ഇവിടെ എല്ലാവരും പറഞ്ഞ് ജോലി പോകുന്നു എന്നാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 3 മാസത്തെ കണക്ക്, അതായത് ഇൻഡീഡ് അങ്ങനെ US ജോബ് പോസ്റ്റിംഗ് നോക്കുമ്പോൾ സോഫ്റ്റ്വെയർ ജോബ്സിൻ്റെ പോസ്റ്റിംഗ്, അതായത് നമ്പർ ഓഫ് ഓപ്പണിങ്സ് അവൈലബിൾ കമ്പയർഡ് ടു 2021 കോവിഡ് ടൈമിനെയും കാട്ടി ഹയസ്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ആഫ്റ്റർ 3 years വി ആർ സീ ടോട്ടൽ നമ്പർ ഓഫ് ജോബ് പോസ്റ്റിങ്സ്. ഞാൻ ഡീറ്റെയിൽസ് ഏത് ടൈപ്പ് ഓഫ് ജോബ്സ് എന്നറിയില്ല. അപ്പോൾ ഇതൊരു അനോമലിയാണ്. നമ്മളിവിടെ പറഞ്ഞ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, മേ ബി ഇൻ എ ഡിഫറെൻറ്റ് ഏരിയ. നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ലായിരിക്കും, സാറ് പറഞ്ഞ പോലെ ഡീപ് ഫേക്കിലായിരിക്കും. അപ്പം നമ്മൾ അതിനെ ഈ വിഷൻ 2031 ആകുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും, ഹൗ ഡു വി പ്രിപ്പയർ അവർ എംപ്ലോയീസ്, അവർ പീപ്പിൾ, അതിനൊരു മാർഗ്ഗനിർദ്ദേശം വേണം. മേ ബി ദ ഡീപ് ടെക്നോളജി. അപ്പോൾ അതാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ്. കാര്യം ഈ അനോമലി നമ്മൾ ഒബ്സർവ് ചെയ്തു. എൻ്റെ പേര് രാജേഷ് എന്നാണ്. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. എൻ്റെ ചോദ്യം, ഇവിടെ നമ്മൾ ഓളിയും കുറവാണല്ലോ, അടുത്ത് സംസാരിച്ചാൽ മതി, അടുത്തേക്ക് വിട്ട് സംസാരിച്ചാൽ മതി. ഇപ്പോൾ കേൾക്കാമോ? ഓക്കെ. എൻ്റെ ചോദ്യം, ഇവിടെ നിങ്ങൾ പലരും പറഞ്ഞു വന്നപ്പോൾ ടെക്നോ ഫ്യൂഡലിസം, ഡേറ്റ ഇൻഡിപെൻഡൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അതായത് സർവത്തിനെ കുറിച്ചും പലരും പറയണ്ടായി. അപ്പോൾ അടുത്ത 10 വർഷത്തേക്കുള്ളൊരു വിഷൻ എന്നുള്ള രീതിയിലാണല്ലോ ഇതിനെ പറയുന്നത്. അപ്പം നമ്മളുടെ എല്ലാവരുടെയും ഒരു കൺസേൺ ഉണ്ട്. പല സ്പീക്കേഴ്സും ഇവിടെ പറഞ്ഞതുപോലെ നമ്മളുടെ ഡേറ്റ ഇവിടെ നിന്ന് പുറത്തു പോവുകയും അത് പ്രോപ്പർലി ഗവേൺഡ് അല്ലാതെ മൾട്ടിനാഷണൽ കമ്പനീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹൗ ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളൊരു കൺസേൺ പലരും റേസ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ആ കൺസേൺ നിങ്ങളുടെ പലരുടെയും സംസാരത്തിൽ റിഫ്ലക്റ്റഡ് ആയി. അപ്പോൾ അടുത്ത 10 വർഷത്തേക്കുള്ള വിഷനിൽ ഇപ്പം നമ്മളെല്ലാ കാര്യത്തിലും ഒരു കേരളത്തിൻ്റെതായ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടു കേരള ഒരു വിഷൻ പ്രൊപ്പോസ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഇത്തരം ഒരു ഏരിയയിൽ ഇപ്പം AI ദാറ്റ് ഈസ് എന്താണ് പറയുക, ഇൻഡിജിനസ് AI with all the capabilities from end to end, like from LLMs to applications and all that. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് പലരും സർവം മെൻഷൻ ചെയ്തത്. ഐ എം നോട്ട് ഷുവർ ഇഫ് സർവം ഇസ് കംപ്ലീറ്റ്ലി അഡ്രസ്സിങ് ദോസ് ക്വസ്റ്റ്യൻസ്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, നമ്മൾ അടുത്ത 10 വർഷത്തേക്ക് കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആർ വി തിങ്കിങ് അബൌട്ട് ഇറ്റ്? ബിക്കോസ് ലാംഗ്വേജ് കമ്പ്യൂട്ടിങ്ങിൻ്റെ രംഗത്ത് കേരളത്തിൽ നിന്ന് പല ഇനീഷ്യേറ്റീവുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെയും ഓപ്പൺ സോഴ്സ് മൂവ്മെൻറ്റിൻ്റെയും കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ ഇന്ത്യക്ക് ലാംഗ്വേജസ് ഓഫറിങ് ഓൺ AI എന്നുള്ളൊരു ഡിസ്കഷൻ ഇപ്പോൾ നല്ല രീതിയിൽ എമർജ് ചെയ്ത് വരികയും ഇന്ത്യ ഗവൺമെൻറ് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് ലൈക്ക് ഫ്രൂഗൽ AI, ആൾട്ടർനേറ്റ് ടു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചാലഞ്ചിങ് വാട്ട് ഡീപ് സീക്ക് ഇസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് എന്നൊക്കെ പറയുന്ന ഒരു ഇതിൽ വിത്തിൻ കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ആർ വി ഡയറിങ് ടു തിങ്ക് അബൌട്ട് സംതിങ് ഓഫ് ദാറ്റ് സോർട്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. താങ്ക് യു. ഹലോ, എൻ്റെ പേര് അർജുൻ. ഞാനൊരു ബാങ്ക് എംപ്ലോയി ആണ്. ഞാനിപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ IT-നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ നിരീക്ഷണത്തിൽ വന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, കൺവീനിയൻസ് വേഴ്സസ് കംപ്ലയൻസ്. ഇപ്പോൾ കൺവീനിയൻസ്, എൻ്റെ യൂസറുടെ കൺവീനിയൻസ് ആണ് എല്ലാ IT കമ്പനികളും എല്ലാ ഡെവലപ്പേഴ്സും നോക്കുന്നത്. പക്ഷേ അപ്പോൾ പലപ്പോഴും കംപ്ലയൻസ് ലാക്ക് ചെയ്യുന്നത് ബാങ്കിങ് ഫീൽഡിലായതുകൊണ്ട് തന്നെ ശരിക്കും കാണാം. പല കമ്പനികളും വരുമ്പോൾ ഇവർക്ക് കംപ്ലയൻസ് എന്താണെന്ന് അറിയില്ല. ഈ കംപ്ലയൻസിലേക്ക് എത്തുമ്പോൾ വലിയ ബിഗ് കമ്പനീസ് വിൻ ചെയ്തു പോകും, സ്റ്റാർട്ടപ്പ് കമ്പനീസ് അവിടെ ഡൗൺ ആയി പോകുന്നുണ്ട്. അപ്പോൾ ഈ കംപ്ലയൻസിൽ കൂടി അവരെ എക്യുപ്ഡ് ആക്കുന്ന രീതിയിലുള്ളൊരു IT നയം വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. രണ്ടാമത്തെ കേസ് ഈ ഗവേണൻസിൽ വരുന്ന പ്രശ്നം. ഇപ്പോൾ ഗവൺമെൻറ് എത്ര ഹൈ വിഷൻ ചെയ്താലും അതിൻ്റെ അവർക്ക് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഏറ്റവും ശക്തരായ ആൾക്കാരെ കൊണ്ടുവയ്ക്കാം. നല്ല ഡയറക്ടേഴ്സ്, ദത്തൻ സാറിനെ പോലെയുള്ള സീനിയർ സയൻറ്റിസ്റ്റ്സ്, ഇങ്ങനെയുള്ള ആരെ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാം. പക്ഷേ അതിൻ്റെ സെക്കൻഡ് തേർഡ് ലെയർ വരുമ്പോൾ അവർ മാറുന്നില്ല, അവർ പഴയ സ്ട്രക്ചറിലാണ് നിൽക്കുന്നത്.
ഒരു മെയിൽ അയച്ചാൽ തീരുന്ന കാര്യത്തിന് നീ മെയിൽ അയച്ചോ, എന്നാലും ഫയൽ എഴുതി കൊണ്ടുവന്നേക്ക് എന്ന് പറയുന്നത് ഈവൻ IT വേണ്ടി ഉണ്ടാക്കിയ NPCIക്ക് അകത്ത് പോലും കണ്ടിട്ടുണ്ട്. രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഇവർക്കൊരു കോർഡിനേഷൻ ഇല്ല, ഒരേ സ്ഥലത്തിരിക്കുന്ന ഡാറ്റ. അപ്പോൾ സാറ് സ്കൂളിലെ സാറിൻ്റെ വൈഫിൻ്റെ കാര്യം പറഞ്ഞു, NPCIയിൽ ഇതാ അവസ്ഥ, RBIയിൽ ഇതാ അവസ്ഥ. അപ്പോൾ പിന്നെ ഓൾ ഓവർ ഈ പ്രശ്നം വരുന്നതിനെ ഓവർകം ചെയ്യാതെ ഗവേണൻസ് IT സ്പീഡ് വെച്ചിട്ട് ഈ രീതിയിലുള്ള ഗവേണൻസ് മാറാതെ ഇത് എത്ര കാലം മുന്നോട്ട് പോകുന്ന സംശയമുണ്ട്. ഇതാണ് പറയാനുള്ളത്. താങ്ക് യു. ഞാനൊരു അധ്യാപന രംഗത്തുനിന്ന് വരുന്ന ഒരാളാണ്. ഞാൻ IT സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചോദ്യമല്ല, എങ്കിൽ പോലും ഒരു എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് ഒരു ആപ്ലിക്കേഷൻ വരുന്ന ഞങ്ങൾ നേരിടുന്ന, അപ്പോൾ ഒരുപാട് അധ്യാപികമാരുടെ കാര്യം അവിടെ ചർച്ച ചെയ്തുകൊണ്ട് ഇതുകൂടെ ഒന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. ഞങ്ങളിപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം കഴിഞ്ഞ 2 കൊല്ലമായിട്ട്, അപ്പോൾ ഞാൻ അധ്യാപികയായതുകൊണ്ട് ആൻസർ പേപ്പറുമായിട്ട് കുട്ടികൾ വരാണ്, മാർക്ക് കുറഞ്ഞു പോയി. എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു പോയി എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഉത്തരം ഇതാണ്. അതായത് ഞങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, നമ്മൾ സിലബസ് എടുക്കും, അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും, അത് ChatGPTയിൽ ഇട്ട് കൊടുക്കും, ഏതൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് അതിൻ്റെ ആൻസറും ChatGPT തരും, അത് എഴുതും. ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾ ചോദിച്ച ചോദ്യം ഇത് ഈ 5 കൊല്ലത്തെ ചോദ്യമല്ല, ഈ സിലബസിലും വരുന്നതല്ല, ഇതെല്ലാം ആപ്ലിക്കേഷന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. സോ എഡ്യൂക്കേഷൻ, അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് അധ്യാപികമാർ ഇറലവൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ ആരോ പറഞ്ഞു, അതായത് ഓൺടർപ്രണർഷിപ്പ്, IT ഓൺടർപ്രണർ, എനിക്ക് മിസ്റ്റർ ജോയ് സെബാസ്റ്റ്യനെ പറഞ്ഞിരുന്നു, IT ഓൺടർപ്രണർഷിപ്പിലേക്ക് ആരും വരുന്നില്ല, നമ്മുടെ കമ്പനീസ് ഉണ്ടാവുന്നില്ല എന്നുള്ളത്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, എല്ലാ യൂണിവേഴ്സിറ്റിയിലും കോഴ്സസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ പക്ഷേ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് വി ആർ ക്രിയേറ്റിംഗ് എംപ്ലോയീസ് ഫോർ മൾട്ടിനാഷണൽസ്. വേറെ രാജ്യത്തെ കമ്പനീസിൽ വർക്ക് ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം, അല്ലാതെ സ്വന്തം കമ്പനി ഉണ്ടാക്കാനല്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതില്ലേ എന്നുള്ളൊരു ചോദ്യം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, അതായത് നമ്മളിപ്പോൾ പറയുന്ന ഒരു ഡാറ്റാ സെൻറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളുടെ ഒരു രാജ്യത്തിന് സാധിക്കുമോ എന്നുള്ളത്, സംസ്ഥാനത്തിന് തീർച്ചയായിട്ടും പറ്റില്ലായിരിക്കും. പക്ഷേ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മുഴുവനും വരുന്നത് പുറത്തു നിന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡാറ്റ പ്രൈവസി എന്നൊരു സംഗതി എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം, ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതും. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാനായിരുന്നു. താങ്ക് യു. ഹായ്, ഈ ചോദ്യത്തിനോട് ചേർന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. ഇപ്പം അടുത്ത 10 വർഷത്തേക്കുള്ള ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഈ അടുത്ത 10 വർഷത്തേക്ക് ഈ പറയുന്ന IT-യിലേക്ക് വരേണ്ട കുട്ടികളെന്ന് പറയുന്നത് ഒന്നുകിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്, അല്ലെങ്കിൽ അവരിനിയും അടുത്ത ഒരു സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, അല്ലെങ്കിൽ ആ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ എത്ര എക്യുപ്ഡ് ആണ് ഈ പറയുന്ന എക്സ്പൊണൻഷ്യൽ അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യലിനപ്പുറമുള്ള ഗ്രോത്തിനെ ടാക്കിൾ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഗ്രോത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ. കാര്യം ഈ കുട്ടികൾ ആ സിസ്റ്റത്തിനകത്തേക്കാണ് വരേണ്ടത്, അവർ ആ പ്രോബ്ലങ്ങളെയാണ് വീണ്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ദാറ്റ്സ് മൈ പോയിന്റ് ഓൺ. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ? അരുൺ അവിടെ ഉണ്ട്, സമയമുണ്ടല്ലോ? പറഞ്ഞോളൂ, സമയമുണ്ട്, 10 മിനിറ്റ് കൂടെ ഉണ്ട്. എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാനൊരു ഭാഗ്യമായ IT തൊഴിലാളിയും ഭാഗ്യമായി ഒരു ചെറിയ എൻ്റർപ്രനറും ഈ പറഞ്ഞ പ്രതിനിധിയുടെ പ്രവർത്തനമൊക്കെയാണ്. സജിസാറിൻ്റെ സ്റ്റുഡൻറ്റുമാണ് കേട്ടോ, ഇവിടെ കൂട്ടത്തിൽ പറയാം. രാജേഷ്, ഞാൻ ഇനി 1-2 കാര്യങ്ങൾ, എൻ്റെ ചില നിരീക്ഷണങ്ങൾ പറയാൻ, 1-2 സംശയങ്ങൾ ചോദിക്കാനാണ്. ഒന്നാമത്തെ കാര്യം തൊഴിൽ സംബന്ധിച്ചുള്ള കാര്യം. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ മുഴുവനും IT രംഗത്തിലെ തൊഴിൽ ബാധയെക്കുറിച്ച്, തൊഴിലിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള പ്രശ്നത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് അടിസ്ഥാനപരമായിട്ട് തൊഴിൽ പ്രശ്നം എന്ന് പറയുന്നത് ഒരു IT രംഗത്തിന് മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സമഗ്രമായി കാണേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ കൊയ്ത്ത് യന്ത്രങ്ങളും കയർപിരി യന്ത്രങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതത് മേഖലകളിലെ തൊഴിലാളികളുടെ തൊഴിലിനെ ബാധിച്ചതിന് തുല്യമോ അതിലും ഒരുപക്ഷെ അതിലും ഭേദമായിരിക്കും എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ അതിനെ ഒരു സമഗ്രമായ
സാമൂഹ്യ പ്രശ്നമായിട്ടും തൊഴിൽ പ്രശ്നമായിട്ടും കാണേണ്ടതുണ്ട് എന്ന് പറയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ശ്രീ അലക്സാണ്ടർ പറഞ്ഞ ചൈന ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഞാൻ അതിനും ഇവിടെ ഈ വേദി ആയതുകൊണ്ട് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ പറഞ്ഞ വെൽത്തിനെ മുഴുവനും നാഷണലൈസ് ചെയ്ത ചൈന ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ സജ്ജമായിട്ടില്ല നമ്മുടെ രാജ്യം എന്നുള്ളതും, അത് സമഗ്രമായിട്ടുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ട് മാത്രമേ തൊഴിൽ രംഗം സംരക്ഷിക്കാനും പബ്ലിക് സെക്ടറിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനും ഗവൺമെൻറ് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ വരുത്തുള്ളൂ എന്നുള്ളൂ ആകെയുള്ള സാമൂഹ്യ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിനെ കാണണം എന്നും കൂടെ കൂട്ടിച്ചേർക്കുന്നു. അടുത്തൊരു കാര്യം സാധ്യതകളെക്കുറിച്ചാണ്. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ വളരെ ഡീപ്പായിട്ടുള്ള ടെക്നോളജിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് സാറും അനൂപും ജോയിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ധാരാളം ആവശ്യമുണ്ട്. അത് എങ്ങനെ എന്നുള്ളത് നമ്മൾ ഒരു സമൂഹം എന്നുള്ള രൂപത്തിൽ നമ്മൾ അന്വേഷിക്കണം. അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള ചിലപ്പോൾ ഹ്യൂജ് ഡാറ്റാ സെൻറ്ററുകൾ സെറ്റപ്പ് ചെയ്യാനും, ഊർജ്ജത്തിൻ്റെ കാര്യം നമ്മളിപ്പോൾ സർപ്ലസ് അല്ല, അപ്പോൾ അതുകൊണ്ട് എനർജി സപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ചലഞ്ചായിരിക്കും. പക്ഷേ ഡാറ്റാ സെൻറ്ററുകൾ സെറ്റപ്പ് ചെയ്യാനും ഡേറ്റ മാനേജ് ചെയ്യാനും ഒക്കെയുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കേരള സമൂഹത്തിന് കഴിയും എന്ന് ഞാൻ കരുതുന്നു. അതിനെക്കുറിച്ചും കൂടുതൽ ചർച്ച ഉണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ അവസാനമായി പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റത്തിൻ്റെ റിഡൻഡൻസിയെക്കുറിച്ച് ജോയി പറഞ്ഞത് ഞാനത് 100% അംഗീകരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു 10 ഗവൺമെൻറ് ആപ്ലിക്കേഷനിൽ കയറുകയാണെങ്കിൽ 10 ലോഗിനും അതിന് 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ഓതൻറ്റിക്കേഷനും, അതൊന്ന് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പറഞ്ഞ IT മേഖലയിൽ ജോലി എടുക്കുന്ന ഒരാളെന്ന രൂപത്തിൽ തന്നെ എനിക്ക് തന്നെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചോളം അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കൊരു ഡേറ്റ ഗവൺമെൻറ് സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള ഡേറ്റ ഗവൺനൻസ്, ഓതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ ഇതൊക്കെ സെൻട്രലൈസ് ചെയ്യുക എന്നുള്ള രൂപത്തിലേക്കുള്ള പോളിസി ഡെവലപ്മെൻറ്റ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ ഡേറ്റ പ്രൈവസിയെക്കുറിച്ചും പ്രൊട്ടക്ഷനെക്കുറിച്ചും ഞാൻ കൊച്ചിയിൽ അതുകൂടെ പറഞ്ഞു നിർത്താം. കൊച്ചിയിൽ ഒരു ഫ്ലാറ്റിൽ പോകുന്ന സമയത്ത് റെസിഡൻസ് അസോസിയേഷൻ മാൻഡേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി ഫോട്ടോ എടുക്കുക. അപ്പോൾ ഈ ഫോട്ടോ ഇവിടെ പോകുന്നു, എൻ്റെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് കാര്യമായ പ്രശ്നമൊന്നുണ്ടെന്നല്ല പറഞ്ഞു, പക്ഷേ അതിന് ആവശ്യമില്ല. അപ്പോൾ അതിനൊക്കെയുള്ള പോളിസികൾ വേണം. നമ്മളിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും എല്ലാ ഡോക്യുമെൻസും വാങ്ങുന്നു, എവിടെ വെക്കുന്നു എന്നറിയത്തില്ല. അപ്പോൾ നമ്മുടെ സ്വകാര്യതയെക്കുറിച്ച് യാതൊരു രൂപത്തിലുള്ള കൺസേൺ സമൂഹം എന്നുള്ള രൂപത്തിൽ നമുക്കില്ല. നമ്മുടെ IT പോളിസിയെക്കുറിച്ചും സിവിക്കായിട്ടുള്ള ബിഹേവിയറിനെക്കുറിച്ചും നമ്മുടെ ക്രമസമാധാന പ്രശ്നത്തിനെ അടക്കം ബാധിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രശ്നമാണ്. ഇത് IT മേഖലയായിട്ട് ബന്ധപ്പെട്ട പോളിസി മേക്കിങ്ങിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. നന്ദി. ഓക്കെ, 1-2 ചോദ്യം കൂടെ ഇത് ചെയ്യാം. ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിത് ഒരു ചോദ്യോത്തരമായിട്ടല്ല, നമ്മളൊരു പോളിസി ഡോക്യുമെൻ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പോളിസി ഡോക്യുമെൻറ്റിലേക്ക് വേണ്ട ഇൻപുട്ടുകളാണ് യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് കൂടെ നിങ്ങൾ ഓർമ്മിച്ചാൽ കൊള്ളാം. എൻ്റെ പേര് നൗഷാദ്. ഞാൻ ഒരു ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഈ ഒരു 15 വർഷം ഞാൻ IT മിഷനിൽ വർക്ക് ചെയ്തിരുന്നതാണ് ഓൺ ഡെപ്യൂട്ടേഷൻ. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഒരു ഇൻ്റഗ്രേഷൻ, ഇപ്പോൾ ഡിസ്ട്രിക്ട് പ്രൊജക്റ്റിൽ 10 സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്ന ആ പ്രോസസ്സിൽ ഒരു 15 എണ്ണം സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ പ്രോസസ്സ് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ദെൻ വേറെ അപ്പം അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു ഗവേണൻസിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ ഈ കഴിഞ്ഞ 15 വർഷത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളത്. ഞാനിപ്പോൾ 15 വർഷത്തിന് ശേഷമാണ് ഞാനൊരു IT-യുടെ മീറ്റിങ്ങിൽ വരുന്നത്. ബേസിക്കലി ഐ ആം ഫ്രം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് സൈഡ്. ബട്ട് IT-യിലെ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ്സ് വന്ന ഇതിൽ കഴിഞ്ഞ 15 വർഷം കേരള ഗവൺമെൻറ് ആ 15 വർഷത്തിന് മുമ്പ് നിന്ന സ്റ്റാൻഡിൽ മറ്റ് സ്റ്റേറ്റുകളെ വെച്ച്, മറ്റ് സ്റ്റേറ്റുകളെ എനിക്കറിയില്ല, ബട്ട് ബാക്കിലേക്ക് പോയിരിക്കുന്നതാണ് അതിൻ്റെ ഒരു. അപ്പോൾ അതിൽ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ് പ്രോഗ്രാം മുമ്പ് നാഷണൽ ഗവൺമെൻറ് NEGP-യുടെ പാർട്ടായിട്ടാണ് ഗവേണൻസ് എല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ NEGP-ക്ക് ഒരു നാഷണൽ പോളിസി ഉണ്ടായിരുന്നു. സർവീസ് ഡെലിവറി കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു മെയിൻ ഇതിൽ സ്റ്റോറേജിൽ വരുന്നതും അത് സിംഗിൾ എൻട്രിയിൽ കയറിയിട്ട് അതിന് ഡെലിവറി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഈ 15 വർഷം പറഞ്ഞിരുന്നത്. ഞാൻ IT-കാരനല്ല, പക്ഷേ 15 വർഷം കഴിഞ്ഞ് 10 വർഷത്തിൽ ഇപ്പം നിൽക്കുമ്പോഴും IKM വന്നു. അതിൻ്റെ കൂടെ ഇപ്പം K-സ്മാർട്ട് വന്നപ്പോൾ അഗെയിൻ K-സ്മാർട്ട് വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഞങ്ങൾ 100 സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊന്നും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ നയം, ഇത് ഗവേണൻസിൽ വരുന്ന നയമാണ് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ പറയാണ്ടിരുന്നതാണ്. പക്ഷെ ഇത്രയും ഇത് പറഞ്ഞത് കൊണ്ടും ഇത് ഈ പറഞ്ഞ ഡ്യൂപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് എവിടെയോ ഈ പോളിസിയിൽ ഗവൺമെൻറ് സ്ട്രക്ചറിൽ ഒരു മിസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന പ്രോഗ്രാം വരുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യാന്നുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഹെഡുകളെയും അല്ലെങ്കിൽ ഗവൺമെൻറ് ആസച്ചും എങ്ങനെയാണ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷൻ വേണം. കാരണം ഞാൻ ഓർക്കുന്നൊരു വിഷയം എന്ന് വെച്ചാൽ, അന്ന്
SLCയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഞങ്ങൾ ഈ ഡിസ്ട്രിക്ട് പ്രൊജക്റ്റിൽ SLCയുടെ ഡാറ്റ ചോദിച്ചിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നില്ല. ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ആ SLCയുടെ ബുക്ക് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റേ അത് പുള്ള് ചെയ്യാൻ പറ്റും. അവസാനം അത് കിട്ടാൻ വേണ്ടി റിസൾട്ട് കൊടുക്കുന്നത് ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് ഈ ഡേറ്റ തന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പോയിന്റ് ഇതാണ്, ഈ രീതിയിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ ഈ IT-യുടെ മേഖലയിൽ വരണം. അപ്പോൾ എനിക്കൊന്നേ ഒരു ചോദ്യം കൂടെ അനുവദിച്ചുകൊണ്ട്. ഹലോ, ഒരു കാര്യം മാത്രം ആഡ് ചെയ്യാനായിട്ടുണ്ട്. അതായത് എനിക്ക് ഈ പറഞ്ഞ ഇപ്പം പുസ്തകങ്ങളുടെ കാര്യം സാറ് പറഞ്ഞു, പക്ഷേ ടെക്നോളജി ഗ്ലോബലാണ്, മാർക്കറ്റിംഗ് ഗ്ലോബലാണ് ശരിക്കും. അതിനകത്ത് നമുക്ക് എത്രത്തോളം ലോക്കലൈസേഷൻ ഈ ഒരു സംഗതി സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഫ്രം ദി 0 to 1 നമുക്കൊരിക്കലും ഇവിടെ നിന്ന് തുടങ്ങാൻ പറ്റില്ല. അത് ഗ്ലോബൽ എവിടെ നിൽക്കുന്നു അതിനപ്പുറേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കേരള സ്പെസിഫിക് ആയിട്ട് AI അതൊന്നും ഇനി സാധ്യമേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കും, പക്ഷേ അങ്ങനെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്ലോബൽ എവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുകയുള്ളൂ. രണ്ടാമത്തെ കേസ്, രാജ്യം സ്പെസിഫിക് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിലേക്ക് ലോകം മാറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് രാജ്യത്തിൻ്റെ സ്പെസിഫിസിറ്റി ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മൾ ചൈനയുടെ ഒരു കേസ് കൊണ്ട് മാത്രമാണ്. അത് എത്രത്തോളം നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ചോദ്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് AI ഉൾപ്പെടുത്താത്ത എഡ്യൂക്കേഷനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇനി മീനിങ്ലെസ് ആണ്. AI ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ എനിക്കൊന്ന് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ മറുപടി പറയുന്ന അവർ നമ്മുടെ പാനലിസ്റ്റുകളുടെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോളാം. ഇത് യഥാർത്ഥത്തിലൊരു പോളിസി, അടുത്ത 10 വർഷത്തേക്കുള്ള പോളിസി ഉണ്ടാക്കുന്നതിനുള്ള ഒരു കോൺഗ്രസ്സാണ് നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് സ്പെസിഫിക് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് വേറൊരു കാര്യവും പോളിസി ഒന്നുമാണ്. അപ്പോൾ പോളിസി സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കാര്യങ്ങൾ നമുക്ക് മറുപടി പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആ പോളിസി നമ്മുടെ അവിടുന്ന് എഴുതിയെടുത്ത് ഇത് നമ്മുടെ ഇതിൻ്റെ പഠന കോൺഗ്രസിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ കയറേണ്ട പോളിസി സംബന്ധമായ വിഷയങ്ങളാണ് ഉള്ളത്. അതല്ലാതെ ഒരു സ്പെസിഫിക് ഹലോ. അപ്പോൾ ഞാൻ പാനലിസ്റ്റുകളുടെ അഭ്യർത്ഥനയാണ്, ഇത് സംബന്ധിച്ച് പോളിസി സംബന്ധിച്ചിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് പോളിസി സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഡേറ്റ പ്രൈവസി സംബന്ധിച്ച്, അതുപോലെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അത്തരം സംഗതികളിലെ പോളിസി സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് ആണ് പാനലിസ്റ്റുകളുടെ അഭിപ്രായം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈസാറിന് എനിക്കിതിൽ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു പോളിസിയുടെ കാര്യത്തിൽ മാത്രമാണ് അഭിപ്രായം പറയാനുള്ളത്. നേരത്തെ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത്. അവസാനം ചോദ്യം ഉന്നയിച്ച അദ്ദേഹം പറഞ്ഞു ഓൾറെഡി ഒരു ഗ്ലോബൽ മോഡൽ ഓഫ് AI ഉണ്ട്, നമുക്കതിൽ നിന്ന് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് നമ്മളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ ലോകത്തെ AI മുഴുവൻ ഫണ്ട് ചെയ്യപ്പെടുന്നത് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് ആണ്, റിസ്ക് ബേസ്ഡ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് ആണ്. അതെപ്പോഴും ഒരു പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഫണ്ടിങ് ആയിരിക്കും. കേരളം ഒരു AI ഡെവലപ്മെൻറ്റിന് ഒരു പുതിയ മോഡൽ കൊണ്ടുവരണം. അതിൽ നമുക്ക് ഏറ്റവും നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സാണ്. ഇപ്പോൾ ലോകത്തെ ആദ്യത്തെ കോപ്പറേറ്റീവ് AI കോൺഫറൻസ് കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, അത് എല്ലാ ലെയറിലും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കോപ്പറേറ്റീവ് AI എന്ന് പറഞ്ഞത് ഒരു പോളിസി ആയിട്ട് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. കാര്യം നമ്മുടെ കോപ്പറേറ്റീവ് മേഖലയിൽ ഡേറ്റയുണ്ട്,
കോപ്പറേറ്റീവ് മേഖലയിൽ സമ്പത്തുമുണ്ട്. ഈ സമ്പത്തിനെ കൊണ്ട് നമ്മുടെ കേരളത്തിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള AI സൊല്യൂഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഗ്ലോബലി നമ്മളിപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞ സോവറിൻ AI എന്ന് പറഞ്ഞ കൺസെപ്റ്റിന് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് വാദിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊരു നമുക്കൊരു തോട്ട് പ്രോസസ്സിൽ ആലോചിക്കുന്നൊരു കാര്യമാണ്. ഇത് കോപ്പറേറ്റീവുകളെ സ്റ്റാർട്ടപ്പ് ആക്കാൻ വേണ്ടി കുറേ കാലമായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഏറ്റവും പുതിയ സ്റ്റാർട്ടപ്പ് ഡെഫിനിഷനകത്ത് കോപ്പറേറ്റീവുകളും സ്റ്റാർട്ടപ്പുകളായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് മോഡലിനെ നമുക്ക് എങ്ങനെ AI മേഖലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നത് ഒരു പോളിസി ആയിട്ട് നമ്മൾ ആലോചിക്കാവുന്നതാണ്. നമ്മൾ എങ്ങനെയാണോ IC ഫോഴ്സ് വഴി അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ് വഴി നമ്മളൊരു മാറ്റം വരുത്തിയത്, അതേപോലൊരു മൂവ്മെൻറ്റിൻ്റെ ഒരു ആവശ്യകതയും നമുക്ക് വളരെ വളരെ അത്യാവശ്യമായിട്ടുണ്ട്. ഇത് രണ്ടെണ്ണവും ആണ് എനിക്ക് ബേസിക്കായിട്ട് പറയാനുള്ള കാര്യം. താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. 24-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എൻ്റെ കേരളം ആപ്പ് നമ്മുടെ കേരളം അതിനകത്ത് ഒരു സിംഗിൾ സൈൻ ഓൺ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് ഇന്ത്യ ആർക്കിടെക്ചറൊന്നും അല്ല, അത് വളരെ വിഷമമാണ് അത് ഉണ്ടാക്കാൻ. പക്ഷേ ദാറ്റ്സ് നോട്ട് എ പോളിസി തിങ്, ഇറ്റ്സ് മോർ ഓഫ് എൻ ഇംപ്ലിമെൻറ്റേഷൻ ആസ്പെക്റ്റ് ആസ് സച്ച്. ഒരു ലാസ്റ്റ് കാര്യം കൂടിയുള്ളത്, ജോലിയുടെ കാര്യം പറയുമ്പോൾ അഗെയിൻ അരുൺ പറഞ്ഞ പോയിന്റ് വളരെ വാലിഡാണ്. നമ്മൾ AI എന്ന് പറയുന്നത് IT-യിൽ നിന്ന് മാറിയിട്ട് എല്ലാ മേഖലയിലും അഡോപ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു പുതിയ മേഖലകൾ തുറന്നു തരികയും ചെയ്യും. കാര്യം ഇന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത പല മാർക്കറ്റുകളും ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ ലോക്കലായിട്ടുള്ള ഒരുപാട് ജോബ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ നമ്മുടെ IT കമ്പനികളിൽ എംപ്ലോയീസിന് അവരുടെ മാനേജ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടത് അവർ ഇന്ന് എല്ലാം വിദേശ മാർക്കറ്റുകൾ മാത്രമാണ് നോക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ മാർക്കറ്റുകളിലും ഒരുപാട് സ്പേസ് ഉണ്ട്. മിക്കവാറും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഈസ് നീഡഡ് ഇൻ എവറി സെക്ടർ. ആ ട്രാൻസ്ഫോർമേഷനുള്ളൊരു മാർക്കറ്റ് കൂടെ ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് വിൽ ഹാവ് എ ലോസ് ഓഫ് ജോബ്സ്. വി സ്റ്റിൽ ഹാവ് എ പോസിബിലിറ്റി ഓഫ് ഇറ്റ്. അതിനുള്ള എന്തെങ്കിലും സഹായം സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാവണോ എന്നതാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ആലോചിക്കേണ്ടത്. ഒരു AI ട്രാൻസ്ഫോർമേഷൻ ഓർ എ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിഷൻ എന്ന് പറഞ്ഞ സാധനം അടുത്ത 5 കൊല്ലം കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സോവറൈനെ പറ്റിയുള്ള എല്ലായിടത്തും ഈ കുത്തകയ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ആ തോന്നൽ വിട്ട് കളയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ AI കുറച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഐ എം ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് എൻക്വയറീസ് ഓൺ ദി സോവറൈൻ പാർട്ട്. അതൊന്ന്. രണ്ട്, ഈ ഡാറ്റ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഡാറ്റ, പബ്ലിക് ഡാറ്റ ഈസ് അവൈലബിൾ ടു എവരി വൺ. ബിസിനസ് ഡൊമൈനിലെ ഡാറ്റ ഒന്നും പുറത്തില്ല, ഓപ്പൺ മാർക്കറ്റിലുള്ള ഡാറ്റയല്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ ഡാറ്റയുടെ പുറത്തുള്ള AI, അതിനെ നമ്മൾ പ്രൈവറ്റ് ലാർജ് ലാംഗ്വേജ് മോഡൽസ്, അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കമ്പനികൾക്കും ഒക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഡാറ്റയുടെ പുറത്ത് ട്രെയിൻ ചെയ്ത് അതിനെ വെച്ചിട്ട് അവരുടെ ബിസിനസ്സുകൾ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒത്തിരി എൻക്വയറീസ് പ്രൈവറ്റ് LLM ഡെവലപ്പ് ചെയ്യാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും. സോവറൈൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട്. സോവറൈൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതി പണ്ട് മൈക്രോസോഫ്റ്റോ പിന്നെ ഞങ്ങളുടെ ഡൊമൈനിൽ വീഡിയോ കോൺഫറൻസിങ് ഡൊമൈനിൽ മൈക്രോസോഫ്റ്റോ ജയൻസ് ഒന്നും തന്നെ ഗൂഗിളോ സൂമോ ഒന്നും സോവറൈൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതൊരു റിക്വയർമെൻ്റ് ആയപ്പോൾ ദേ ആർ ഓൾസോ സ്റ്റാർട്ടഡ് പുഷിങ് ദാറ്റ്. അപ്പോൾ ഇത് ഒരു ഗ്ലോബൽ നമ്മൾ ക്ലൗഡ് ബേസ്ഡ് AI എന്ന് നമ്മൾ കാണുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന AI ആയിരിക്കില്ല ഇതിനെ ഗവേൺ ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഡീസെൻട്രലൈസ്ഡ് AI. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ഇപ്പോൾ ChatGPT. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മളിപ്പോഴത്തെ ഈ $1 trillion ഇൻവെസ്റ്റ്മെൻറ്റ്സ് ദറ്റ് ഈസ് ഗോയിങ് ഇൻ ടു AI ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, അത് പേ ബാക്ക് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അവർ നമ്മുടെ മേലെ ടോൾ ഏർപ്പെടുത്തും. ഒരു സംശയമില്ല, പേ ബാക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. വട്ടെവർ യു ആർ ഇത്ര ടോക്കൺ ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേ ബാക്കാണ് ഇപ്പോൾ മോഡലുകളുള്ളത്. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക്. അവർക്കും അറിയാം. ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ $1 trillion ഇൻവെസ്റ്റ്മെൻറ്റ്? ആധിപത്യം ആരുടെ കയ്യിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ആരാണ് ആധിപത്യം നേടുക എന്നുള്ള 4-5 പേരുടെ അതിലാണ് നമ്മളുമൊക്കെ മതിഭ്രമം കൊണ്ടിപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ദി എക്സാക്ട് ബിസിനസ്. ബിസിനസ് ഈസ് ഗോയിങ് ടു ബി ഡൺ ഓൺ ദി പ്രൈവറ്റ് ഡാറ്റ, പ്രൈവറ്റ് LLM,
സോവറൈൻ LLM, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദി ബിഗ് ബിസിനസ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. മറ്റൊന്ന് ഇന്ത്യയിൽ വേറൊന്നും കൂടെ സംഭവിക്കുന്നുണ്ട്, അത് ഞങ്ങൾ കുറച്ച് മുമ്പേ ചർച്ച ചെയ്തത്, അത് നമ്മൾ ആലോചിച്ച് വെക്കേണ്ടതാണ്. എനർജിയുടെ കാര്യം എനിക്ക് തോന്നുന്നു അരുൺ ശ്രീകുമാറോ മറ്റോ അരുൺ രവി ആരോ പറഞ്ഞിരുന്നു അല്ലേ. എനർജി ഈസ് ഗോയിങ് ടു ബി എ കൺസേൺ ഫോർ അസ്. കേരളത്തിൽ പ്രശ്നമുണ്ട്, പക്ഷെ അതിനാണിപ്പോൾ ശാന്തി എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂക്ലിയർ എനർജി പ്രൈവറ്റൈസ് ചെയ്യാൻ നമ്മളപ്പോൾ എല്ലാവരും അദാനിയുടെ പേരാണ് എഴുതി വെച്ചത്. ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ട അദാനിക്ക് പവർ, ന്യൂക്ലിയർ പവർ കൊടുക്കുക. യഥാർത്ഥത്തിൽ അല്ല. ഈ ഡാറ്റാ സെൻറ്ററുകളെ പവർ ചെയ്യാൻ വേണ്ടി ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ റിലേ ചെയ്യുന്നത് ന്യൂക്ലിയർ പവറിനെയാണ്. ദേ നീഡ് കൺട്രോൾ ഓവർ ദാറ്റ്. അപ്പോൾ ആ പവർക്ക് ഇന്ത്യയിൽ പബ്ലിക് സെക്ടറിൽ മാത്രമുള്ള ന്യൂക്ലിയർ പവറിനെ പ്രൈവറ്റ് സെക്ടറൈസിൽ ചെയ്യുന്നതിൽ ഒരു പ്രധാന റീസൺ, ദേ അനൗൺസ് $1.5 billion ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ റൈറ്റ് നൗ. അവർക്ക് എനർജി വേണം. അവർ ഈ ന്യൂക്ലിയർ മൊഡ്യൂളർ റിയാക്ടർ എന്ന് പറയുന്ന ചെറിയ മുറിയുടെ അകത്തിരിക്കുന്ന, നമ്മൾ ഇന്നൊരു കുടംകുളം പോലത്തെ സംഗതിയല്ല, ഒരു ചെറിയ മുറിയുടെ അകത്തിരുന്ന് കേരളം പോലുള്ള സംസ്ഥാനത്ത് മുഴുവൻ പവർ ചെയ്യാൻ പറ്റുന്ന റിയാക്ടറുകളെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കുകയല്ല, അവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെയും കൂടെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ എനർജിയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ എനർജി ഇന്ത്യ കൊടുക്കണ്ട, ഇന്ത്യ ഉണ്ടാക്കാതെ തന്നെ അവരുണ്ടാക്കിക്കോളും. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ ഗെയിം ദാറ്റ് ഈസ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തലത്തിലുള്ള ഒരു ആധിപത്യത്തിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പം നടക്കുന്നുണ്ട്. അതായിരിക്കില്ല ഗെയിം ചേഞ്ചർ ഈ പറഞ്ഞ പോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിലെ, സാറ് പറഞ്ഞ കറക്റ്റാണ്, ഇന്ത്യയിലെ ബിസിനസ്സുകൾ ഈ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർ പ്ലാൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് കൺസ്യൂമർ ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ AI. അത് ചൈനയിൽ സംഭവിക്കില്ല. ചൈന അവർക്ക് ഓപ്പൺ അല്ല, ആർക്കും ഓപ്പൺ അല്ല. ഇന്ത്യയിലാണ് എത്രയാ, ഏകദേശം 20% ജനങ്ങൾ, 20% കൺസ്യൂമേഴ്സ് ഇന്ത്യയിൽ കിടക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബിഗ് ഗെയിം. അതെല്ലാവരും ഉന്നം വയ്ക്കുന്നുണ്ട്. അതിനകത്തൊരു ഫെയർ ഷെയർ എടുക്കാൻ നമുക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഇറ്റ് ഈസ് ദെയർ. കാരണം ഇപ്പോൾ കാണുന്ന ഓപ്പൺ സോഴ്സിലുള്ള സംഗതികൾ വെച്ചിട്ട് ചില സംഗതികൾ ചെയ്തുണ്ടാക്കാൻ തുടങ്ങിയാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ. സംശയിക്കണം. ഇത്രയൊക്കെ ഉള്ളു പറയാൻ. അതിനകത്ത് എനിക്കൊന്ന് അരുണാണെന്ന് തോന്നുന്നു ചോദിച്ചത്, നമുക്കൊരു പ്രോസസ്സ് എന്നുള്ള രീതിയിൽ ഒരു പുതിയ LLM അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു ഓപ്പൺ സോഴ്സ് മോഡലിൻ്റെ മണ്ടയ്ക്ക് വർക്ക് ചെയ്ത് നമുക്കൊരു LLM, ഇദ്ദേഹം പറഞ്ഞ ഒരു ഗ്ലോബൽ AI ഒരു തലത്തിൽ നിൽക്കുന്നു, അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അതാണ് ബെഞ്ച് മാർക്ക്, അതിനപ്പുറത്തേക്കേ പോകാൻ കഴിയൂ എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും 2021 GPT വന്നതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി 4-5 പുതിയ കമ്പനികൾ ഫോം ചെയ്തു, പുതിയ ഓപ്പൺ സോഴ്സ് മോഡലുകൾ വന്നു. അത് കഴിഞ്ഞ് ചൈനയിലൊരു ഡീപ് സീക്ക് വന്നു, അതിനെ ചുറ്റിപ്പറ്റി 4-5 വേറെ മോഡലുകൾ വന്നു. എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ സർവ്വത്തിൻ്റെ ആ ഒരു ഓപ്പൺ സോഴ്സ് മോഡൽ അവൈലബിൾ ആവുന്നതോടെ ഇന്ത്യയിലും അത്തരത്തിലുള്ള ഒരു റെവല്യൂഷൻ, മേ ബി 4-5 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോഡൽസ് വരാനുള്ളൊരു സാധ്യത ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്കതിനകത്തൊരു ലീഡ് എടുക്കാവുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ക്രേക്ക് വേറെ നമ്മൾ എങ്ങനെയാണോ പരം കൊണ്ടുവന്നത് നമുക്കറിയാമല്ലോ. നമുക്ക് തരാതെ ആവുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടറായിട്ട് കൊണ്ടുവന്നതാണ് പരം. പക്ഷേ പരം ഒരു ഡീസെൻട്രലൈസ്ഡ് മോഡലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് നമുക്ക് ഡിസാസ്റ്റേഴ്സ് മാനേജ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെയുള്ള ഇൻഡിജിനസ് മോഡൽസ് ഡ്രൈവ് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപക്ഷേ നാഷണൽ ലെവലിലെ പോളിസിനനുസരിച്ച് നാഷണൽ തോട്ട് പ്രോസസ് അത് വരാൻ സാധ്യത വളരെ കുറവാണ്. ആ ഒരു പോസിബിലിറ്റി കേരളത്തിന് മുമ്പിലുണ്ട്. എനിക്ക് അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആക്ച്വലി നമ്മൾ ഈ എല്ലാം ഒരുവിധം കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ, മൈക്രോസോഫ്റ്റ് എടുത്താലും ഗൂഗിൾ എടുത്താലും എല്ലാം ലീഡ് ചെയ്യുന്ന ഇന്ത്യൻസാണ്, റൈറ്റ്? അപ്പം ടാലൻറ്റിൻ്റെ ഷോർട്ടേജോ ഒന്നുമല്ല, റൈറ്റ്? അപ്പം ഈവൺ ഈ മോഡൽസ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന പല ആൾക്കാരും അതിലൊരു ഇന്ത്യൻ കോ-ഓതർ ഉണ്ടാവും. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ളൊരു ക്വസ്റ്റ്യൻ, നമുക്ക് നീഡുണ്ടോ, നമുക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈവൺ ചൈന ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ചൈനയുടെ സ്റ്റോറി മാത്രമല്ല ഇത്. ചൈനയുടെ നെയ്ബറാണ് റഷ്യ. റഷ്യയിലെ ടെക്നോളജി മൊത്തം റഷ്യ തന്നെയാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ആൻഡ് ദേ ഹാവ് റിയലി ഗുഡ് ടെക്നോളജീസ്. പക്ഷേ ലോകം പുറത്തോട്ട് അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ ഫ്രാൻസ് എടുത്തു കഴിഞ്ഞാൽ ഫ്രാൻസിന് ഇഷ്ടംപോലെ ഇൻഡിജിനസ് ടെക്നോളജീസ് ഉണ്ട്. അത് US ഡിപ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബാക്കി രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ജർമ്മനിയിലെ ടെക്നോളജീസ് നോക്കിയാൽ ജർമ്മനിയിലെ ലോക്കൽ ഇൻഡസ്ട്രീസ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ചുറ്റിനും
ഫാമിലീസാണ് ആ ഇൻഡസ്ട്രി റൺ ചെയ്യുന്നത്. ലോകത്തിലെ ബെസ്റ്റ് ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടെക്നോളജീസ് വരെ അവർ അതിൽ ബെസ്റ്റ് ആയിരിക്കും. സോ അവർ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ടെക്നോളജിയിൽ ദേ ആർ ലീഡിങ്. അപ്പം പോസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ലൈക്കിനോ വേൾഡിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജീസ് കേരളത്തിലും ചെയ്യാൻ പറ്റും. നീഡ് ഉണ്ടോ ഡിറ്റർമിനേഷൻ ഉണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് നമ്മുടെ ഒരു പോളിസി ആക്കിയിട്ട് എനിക്കൊരു സജഷൻ തോന്നിയിട്ടുള്ളത് ഒരു ഗ്രാൻഡ് ചാലഞ്ചസ് ഫോർ കേരള എന്നുള്ളൊരു 10 ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. എല്ലാം നമ്മുടെ റിസോഴ്സ് ആ 10 ഗ്രാൻഡ് ചാലഞ്ചസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ 10 എണ്ണം ഇല്ലെങ്കിൽ 3 എണ്ണമെങ്കിലും നമ്മൾ വിൽ ബി ലീഡിങ്. അപ്പോൾ നമ്മുടെ ഈ സെമിനാർ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കൺക്ലൂഡിംഗ് ആയിട്ട് 1-2 റിമാർക്കുകളും കൂടെ പറയാം. ഇവിടെ ഉന്നയിച്ച ലേബർ സംബന്ധിച്ചിട്ടുള്ള അത് സംബന്ധിച്ച് നമ്മൾ ഇതിൻ്റെ ഒരു കൺസേൺ ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് റിപ്പോർട്ട് എഴുതുന്ന ആളുകൾ അത് സംബന്ധിച്ച നയങ്ങളും അത് സംബന്ധിച്ചിട്ടുള്ള ഇതും നമുക്ക് കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഫൈൻഡിങ് കൂടെ ഒരു നിർദ്ദേശമായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ വെക്കണമെന്ന് എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. ഇതുകൂടാതെ എക്സിക്യൂഷൻ സംബന്ധിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അതിനൊന്ന് മറുപടി ആയിട്ട് നമുക്ക് ഇത്തരം ഒരു അക്കാഡമിക് എക്സർസൈസിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലുള്ള സാധനങ്ങളെക്കുറിച്ച് നമ്മൾ മറുപടി പറയുന്നതിൽ അർത്ഥമില്ല. കൂടാതെ പോളിസി സംബന്ധിച്ചിട്ട് മറ്റ് നമ്മുടെ രേഖയിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ ചർച്ചയിലും വന്നിട്ടില്ല. ഉദാഹരണത്തിന് വലിയ മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യമുണ്ടോ, കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എങ്ങനെയാണ് വരേണ്ടത്, അതുപോലെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഇദ്ദേഹമൊക്കെ ഉന്നയിച്ച വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെയാണ് ഇന്ന് പുതിയ ടെക്നോളജികൾ അപ്ലൈ ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ അതിന് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് മാറേണ്ടത് മുതലായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുമില്ല. അപ്പോൾ അത് കൂടെ അതിനകത്ത് നമ്മുടെ ഇത് ചെയ്യേണ്ടത് അത് സെപ്പറേറ്റ് ആയിട്ട് ചർച്ച ചെയ്ത് വിശദമായിട്ട് ചർച്ച ചെയ്ത് ഒരു നയപരിപാടി ഇടതുപക്ഷം രൂപീകരിക്കേണ്ട വിഷയം കൂടിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, പ്രത്യേകിച്ചും പാനലിസ്റ്റുകൾക്കും അതുപോലെ ക്രിയാത്മകമായി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ എഴുതിയിട്ട് അവരെ ഏൽപ്പിക്കാവുന്നതാണ്. അത് തീർച്ചയായിട്ടും